സ്വന്തം ജീവൻ സമർപ്പിക്കാൻ തയ്യാറാകുക എന്ന മനോഭാവവുമായി ഇറങ്ങിത്തിരിച്ച ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ. കാലം നമിക്കുന്ന ഈ കർമ്മയോഗിയാൽ സ്ഥാപിതമായ ചാരിറ്റി സന്യാസിനി സമൂഹത്തിന്റെ കരുത്തുറ്റ അടിത്തറയോടെ അറിവിന്റെയും സൗഹൃദത്തിന്റെയും ആത്മീയതയുടെയും പാഠങ്ങൾ നൽകിക്കൊണ്ട് കലാസാംസ്കാരിക കേന്ദ്രമായ ഇരിഞ്ഞാലക്കുടയുടെ തിലകക്കുറിയായി നിൽക്കുന്ന പ്രതീക്ഷാഭവൻ 1986 ജൂൺ 16 തുടങ്ങി വിഭിന്ന ശേഷികളുള്ള മക്കളെ നെഞ്ചോട് ചേർത്ത് അറിവിന്റെയും കലകളുടെയും ആദ്യാക്ഷരങ്ങളെ ഊന്നി പഠിപ്പിച്ച് പുതിയ ലോകം അവർക്കായി തുറന്ന നീണ്ട 39 വർഷങ്ങൾ. ഇന്ന് അനേകം ജീവിതങ്ങളെ സ്പർശിച്ച, അതിനായി കഠിന പ്രയത്നം ചെയ്ത CSC മാനേജ്മെന്റ്, വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകർ, പ്രതീക്ഷാഭവന്റെ നന്മയ്ക്കായി നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച അധ്യാപകർ, PTA അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നല്ലവരായ നാട്ടുകാർ, വിദ്യാലയത്തിന്റെ അഭ്യുദയകാംക്ഷികൾ ഏവരെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയോടെ ദൈവം നമ്മിലേക്ക് വാരി വിതറിയ അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മധുരഗീതികൾക്കൊപ്പം ചുവടുവെക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പരിപൂർണതയിലേക്ക് നമുക്ക് ഉയർത്താം. പ്രയർ ഡാൻസുമായി പ്രതീക്ഷയുടെ മക്കൾ. നമോ നമോ അഖിലാണ്ഡമെങ്ങും അദൃശ്യ സാന്നിധ്യമായി വിളങ്ങും സർവേശ്വര നമോ നമോ പാവനാത്മാവാൽ ദൈവ മാതാവാകുവാൻ നിയുക്തയായോരമ്മേ വണങ്ങിടുന്നു അഖിലാണ്ഡമെങ്ങും അദൃശ്യ സാന്നിധ്യമായി വിളങ്ങും മഹേശ്വര നമോ നമോ ദൈവകൃപയാൽ നിറഞ്ഞവളെ ദൂതന്റെ മൊഴികൾക്ക് കാതോർത്തവൾ ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം ഈ ലോക സ്വർലോകരാജ്ഞിയായി ദൈവകൃപയാൽ നിറഞ്ഞവളെ ദൂതന്റെ മൊഴികൾക്ക് കാതോർത്തവൾ ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം ഈ ലോക സ്വർലോകരാജ്ഞിയായി പാവന പാതയിൽ ചരിച്ചവളേ ബത്ലഹേമിലും നസ്രത്തിലും നീ പാവന പാതയിൽ ചരിച്ചവളേ
കല്യാണ വീടതിൽ കരുതലിൻ കരമായി തീർന്നവളേ, പുലർക്കാല താരകമേ. ദൈവകൃപയാൽ നിറഞ്ഞവളേ, ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ, ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം, ഈ ലോക സ്വർലോകരാജ്ഞിയായി. ദൈവകൃപയാൽ നിറഞ്ഞവളേ, ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ, ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം, ഈ ലോക സ്വർലോകരാജ്ഞിയായി. മൃതികൽപ്പം തിരുക്രൂശിൻ ചാരേയും നിറസാന്നിധ്യമായി മരിയാമ്പികേ. മൃതികൽപ്പം തിരുക്രൂശിൻ ചാരേയും നിറസാന്നിധ്യമായി മരിയാമ്പികേ. സെഹിയോനിലേ ഊട്ടുശാലയിൽ ശിഷ്യർക്കു ധീരമായി ധൈര്യമേകി സ്വർഗാരോപിതയേ. ദൈവകൃപയാൽ നിറഞ്ഞവളേ, ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ, ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം, ഈ ലോക സ്വർലോകരാജ്ഞിയായി. ദൈവകൃപയാൽ നിറഞ്ഞവളേ, ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ, ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം, ഈ ലോക സ്വർലോകരാജ്ഞിയായി. വാനവും ഭൂമിയും വാഴ്ത്തുന്നു നിന്നെ, ദൈവമാതാവേ നീ ഭാഗ്യവതി. വാനവും ഭൂമിയും വാഴ്ത്തുന്നു നിന്നെ, ദൈവമാതാവേ നീ ഭാഗ്യവതി. മാനവർക്കായി ജീവിതയാത്രയിൽ പാതയിൽ ദീപമായി എന്നുമെന്നും ത്രിലോക രാജ്ഞിയമ്മേ. അഖിലാണ്ഡമെങ്ങും അദൃശ്യ സാന്നിധ്യമായി വിളങ്ങും മഹേശ്വര നമോ നമോ. അഖിലാണ്ഡമെങ്ങും അദൃശ്യ സാന്നിധ്യമായി വിളങ്ങും മഹേശ്വര നമോ നമോ. പാവനാത്മാവാം ദൈവ മാതാവാകുവാൻ നിയുക്തയായോരമ്മേ വണങ്ങിടുന്നു, ഭക്ത്യാദരാലങ്ങേ പാദാന്തികേ. അഖിലാണ്ഡമെങ്ങും അദൃശ്യ സാന്നിധ്യമായി വിളങ്ങും മഹേശ്വര നമോ നമോ. ദൈവകൃപയാൽ നിറഞ്ഞവളേ, ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ, ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം, ഈ ലോക സ്വർലോകരാജ്ഞിയായി. ദൈവകൃപയാൽ നിറഞ്ഞവളേ, ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ, ഇതാ കർത്താവിൻ ദാസിയെന്നോ
വാർഷികാഘോഷത്തിന്റെ ധന്യമുഹൂർത്തത്തിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നതിനായി പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയെ വെന്നിക്കൊടി പാറിച്ച് മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും ഡീപോൾ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ റവറൻഡ് മദർ ലൂസീന CSE ഏവർക്കും സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, അദൃശ്യനെങ്കിലും അടുത്തായിരിക്കുന്ന സർവാധിപനായ ദൈവത്തെ ഈ വേളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങൾക്കും സദസ്സിലും സമീപത്തുമായിരിക്കുന്ന ആദരണീയരായ ഏവർക്കും ഈ സായം സന്ധ്യയിൽ വന്ദനം പറയുന്നു. ഇരിഞ്ഞാലക്കുടയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും നന്മയുടെ കാരുണ്യത്തിൻ്റെ നേർസാക്ഷ്യമാണ് പ്രതീക്ഷാ ഭവൻ ട്രെയിനിങ് സെന്റർ. ദൈവം ഭൂമിക്ക് നൽകുന്ന ഓരോ ജന്മവും അതിൻ്റെതായ ശ്രേഷ്ഠതയിൽ ശ്രദ്ധയോടെ കാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ വീടിൻ്റെ 39ാം വാർഷിക സമ്മേളനത്തിന് നൽകിയിട്ടുള്ള പേരാണ് എലോറ 2K26. ഈ പദത്തിൻ്റെ ഉത്ഭവം ഹീബ്രു ഭാഷയിൽ നിന്നാണ്. ദ ലോർഡ് ഈസ് മൈ ലൈറ്റ് എന്നാണ് അർത്ഥം. അതെ, ദൈവമാണ് ഈ വീടിൻ്റെ പ്രകാശം. ഇതിൻ്റെ പ്രസരിപ്പുകാരാകാൻ കൂട്ടുചേരുന്ന സുമനസ്സുകളുടെ സംഗമവും കൂടിയാണ് ഈ സമ്മേളനം. ഈ കൂട്ടായ്മയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്താമെന്ന് പറഞ്ഞിരുന്ന ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രൊഫസർ R. ബിന്ദുവിൻ്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രിയപ്പെട്ട പിതാവ് അഭിവന്യ മാർ പോളി കണ്ണുകാടനാണ്. അദ്ദേഹത്തിൻ്റെ പൈതൃക സാന്നിധ്യം ഈ സന്ധ്യയ്ക്കും സമ്മേളനത്തിനും അനുഗ്രഹവും നിറവും പകരുന്നു. ആവശ്യക്കാരുടെ പക്ഷം ചേരുന്ന ഔദാര്യ മനസ്സുള്ള പിതാവിന് പ്രതീക്ഷാഭവൻ ഒരു വികാരവും വിചാരവും ആണെന്ന് പറയട്ടെ. ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഇടയ ശുശ്രൂഷയുടെ ബാഹുല്യങ്ങൾക്കിടയിലും പ്രതീക്ഷാഭവന്റെ ഏതൊരു കാര്യത്തിലും വലിയ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടെ ഇടപെടുന്നതും സാന്നിധ്യം വഴിയും നിർദ്ദേശം വഴിയും വളർത്തുന്നതും ഇവിടെയുള്ള അധ്യാപകർക്കും കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരു പ്രത്യേക പരിഗണനയും പ്രോത്സാഹനവും നൽകുന്നതും എല്ലാ വാർഷികാഘോഷ പരിപാടികളിലും മുടക്കം കൂടാതെ പങ്കുചേരുന്നതും നന്ദിയോടെ ഓർത്ത് ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിന് തൊട്ടു മുൻപായി ഉദ്ഘാടനം ചെയ്ത ഹാളിൻ്റെ ട്രസ് വർക്ക്, കട്ടവിരിക്കൽ എന്നിവയുടെ സാമ്പത്തിക ചിലവിൻ്റെ വലിയൊരു പങ്ക് നൽകിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ബാങ്കിൻ്റെ അസിസ്റ്റന്റ് ജനറൽ ആയിരിക്കുന്ന മിസ്സിസ് റാണി സഖറിയാസ് ഇവിടെ സന്നിഹിതയാണ്. ഏറെ കാര്യങ്ങളിൽ പ്രതീക്ഷാഭവന് സാമ്പത്തിക സഹായം നൽകുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എല്ലാ വ്യക്തിത്വങ്ങളെയും, പ്രത്യേകമായി അസിസ്റ്റന്റ് ജനറൽ മാനേജർ മിസ്സിസ് റാണി സഖറിയാസിനെയും നന്ദിയോടെ ഓർത്ത് സ്വാഗതമേകുന്നു. ബെസ്റ്റ് ടീച്ചർ അവാർഡ് സമ്മാനിക്കാൻ എത്തേണ്ടിയിരുന്ന ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർമാനും പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഡയറക്ടർ ബോർഡ് മെമ്പറുമായ മിസ്റ്റർ MP ജാക്സൺ പ്രതീക്ഷാ ഭവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹായിയുമാണ്. തൻ്റെ പിതാവ് തുടങ്ങിവെച്ച കാരുണ്യ പ്രവർത്തികളുടെ തുടർച്ചക്കാരൻ. ആരോഗ്യപ്രശ്നം മൂലം ഈ സമ്മേളനത്തിന് സന്നിഹിതനാകാൻ കഴിയാതെ വന്നതിനാൽ ജ്യേഷ്ഠന്റെ പകരക്കാരനായ ശ്രീ ജിജി മാമ്പിള്ളി, ചാരിറ്റബിൾ സൊസൈറ്റി മെമ്പർ കൂടിയാണ് അദ്ദേഹം, ഇവിടെ സന്നിഹിതനാണ്. വലിയ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുട
സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി അംഗവും കൂടിയാണ്. വിവിധങ്ങളായ രീതിയിൽ പ്രതീക്ഷ ഭവന്റെ വളർച്ചയ്ക്ക് കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ നാഷണൽ പവർ ലിഫ്റ്റിംഗ്, ബൗളിംഗ്, ഫുട്ബോൾ, സൈക്ലിംഗ് ആൻഡ് ഫെസ്റ്റൽ ജേതാക്കൾക്ക് അവാർഡ് സമ്മാനിക്കാൻ കൂടി ക്ഷണിച്ചുകൊണ്ട് സാദരം സ്വാഗതം ചെയ്യുന്നു. ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് സമ്മാനിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോയി പീണിക്കാപ്പറമ്പിൽ CMI ഈ ഭവനത്തിന്റെ ചാപ്ലിൻ കൂടിയാണ്. പ്രതീക്ഷാ ഭവന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു കുടുംബാംഗം എന്ന പോലെ കൂടെ നിൽക്കുന്ന അച്ഛനെ വലിയ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയും ഡിപ്പോൾ പ്രവിശ്യയുടെ വിക്കർ പ്രൊവിൻഷ്യലുമായ ബഹുമാനപ്പെട്ട സിസ്റ്റർ POയുടെ നിസ്തുല സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വാഗതമേകട്ടെ. ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്ന മുനിസിപ്പൽ കൗൺസിലർ മിസ്സിസ് റോണി പോൾ മാവേലി, PTA പ്രസിഡന്റ് PC ജോർജ്, നിങ്ങളുടെ നല്ല മനസ്സിനെ ഞങ്ങൾ വലിയ നന്ദിയോടെ കണ്ട് സ്വാഗതമേകട്ടെ. കുട്ടികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്ന ഇരിഞ്ഞാലക്കുട അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസ് സീനിയർ സൂപ്രണ്ടന്റ് മിസ്റ്റർ പ്രേംജി പ്രതീക്ഷാ ഭവനെ കാര്യമായി പരിഗണിക്കുന്ന ഒരു സുഹൃത്തു കൂടിയാണ്. സ്നേഹത്തോടെ സ്വാഗതമേകുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനത്തിന് ഉണർവ് പകരുന്ന വന്യവൈദികരെ, ബഹുമാന്യരായ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അഭ്യുദയകാംക്ഷികളെ, ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങളെ, പ്രിയ നാട്ടുകാരെ, സന്തോഷത്തോടെ നിങ്ങൾക്കും സ്വാഗതം. പ്രതീക്ഷ കുടുംബത്തിന്റെ ലോക്കൽ മാനേജർ ബഹുമാനപ്പെട്ട സിസ്റ്റർ സീമ പോൾ, പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ സുജിത, സ്റ്റാഫ് അംഗങ്ങളെ, രക്ഷിതാക്കളെ, നിങ്ങളുടെ പകരം വയ്ക്കാനാകാത്ത നിസ്തുല സേവനങ്ങൾക്കും ത്യാഗങ്ങൾക്കും അഗാധമായ കൃതജ്ഞതയേകിക്കൊണ്ട് ഔദ്യോഗിക കൂടാതെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം ദൈവത്തിൻ്റെയും നിങ്ങളുടെയും ഞങ്ങളുടെയും പ്രിയപ്പെട്ട കുട്ടികളെയും ഈ സമ്മേളനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷാ ഭവനെ സർവേശ്വരൻ എന്നും തൻ്റെ ഉദയരശ്മികളാൽ അലങ്കരിക്കുവാനും ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന നമുക്കൊരുമിച്ച് സമർപ്പിക്കാം. ഒരിക്കൽ കൂടി ഓരോരുത്തരെയും പ്രത്യേകം ഈ വാർഷികാഘോഷ പരിപാടികളിലേക്കും കുട്ടികൾ നമുക്കായി സമ്മാനിക്കുന്ന വർണ്ണം എന്ന മ്യൂസിക്കൽ ഡ്രാമയിലേക്കും തുടർന്നുള്ള സ്നേഹവിരുന്നിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് സ്തുതി. ഓരോ കുരുന്ന ഹൃദയത്തിലും ഇരുളിൽ ഒളിച്ചിരിക്കുന്ന ഈ ചെറിയ പ്രകാശത്തിന് അവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ, പ്രതിസന്ധികളെ മറികടക്കാൻ, ആത്മവിശ്വാസം വളർത്താൻ, കലയായും അക്ഷരങ്ങളായും ശോഭിക്കാൻ കഴിയട്ടെ. എലോറ 2K26 presented by പ്രതീക്ഷ ട്രെയിനിങ് സെന്റർ ഇരിഞ്ഞാലക്കുട. താങ്ക് യു ടു എസ്റ്റിമേഡ് ഗസ്റ്റ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷത പദം അലങ്കരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ അഭിവന്ദ്യമാർ പോളിക്കണ്ണുകാടൻ പിതാവേ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മദർ ലുസീന, സൗത്ത് ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ മിസസ് റാണി സക്കറിയാസ്, സെയിന്റ് തോമസ് കത്തീഡ്രൽ വികാരി റെവറൻ ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ, ക്രൈസ്റ്റ് ആശ്രമാധിപൻ റെവറൻ ഫാദർ ജോയി പീണിക്കാപ്പറമ്പിൽ CMI, പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സിസ്റ്റർ PO, മുനിസിപ്പൽ കൗൺസിലർ മിസസ് റോണി പോൾ മാവേലി, പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായ ശ്രീ ജിജി മാമ്പള്ളി, ഇരിഞ്ഞാലക്കുട AO സീനിയർ സൂപ്രണ്ട് മിസ്റ്റർ പ്രേംജി, PTA പ്രസിഡന്റ് മിസ്റ്റർ PC ജോർജ്, പ്രതീക്ഷാ ഭവന്റെ മദർ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മദർ സീമ പോൾ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, അധ്യാപക അനധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹമുള്ള കുട്ടികളെ,
1986 സ്ഥാപിതമായ പ്രതീക്ഷാ ഭവൻ ഇന്ന് 39 വർഷങ്ങൾ പിന്നിടുകയാണ്. ധന്യനായ ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ ദർശനങ്ങളോട് ചേർന്ന് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അനേകം കുരുന്നുകളുടെ ജീവിതങ്ങൾക്ക് നിശാബോധം നൽകുന്ന ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് നല്ലവരായ സഹോദരങ്ങളുടെ അകമഴിഞ്ഞ സഹായവും പ്രോത്സാഹനങ്ങളുമുണ്ട്. ഇന്ന് 200 കുട്ടികളും 32 അനധ്യാപകരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. 2025-2026 അധ്യയന വർഷത്തിലെ പ്രതീക്ഷാ ഭവന്റെ പ്രവർത്തന റിപ്പോർട്ട് നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അക്ഷരങ്ങളുടെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അദൃശ്യമായ ഒരു പൂന്തോട്ടമാണ് വിദ്യാലയം. ഭാവിയുടെ ശില്പശാലയായ വിദ്യാലയത്തിൽ നാളത്തെ ലോകത്തിന്റെ അടിത്തറ പാകുന്ന വ്യക്തിത്വങ്ങൾ രൂപം കൊള്ളുന്നു. അതിനേക്കാൾ ഉപരിയായി പരിമിതികളെ മികവുകൾ ആക്കി ഓരോ കുട്ടിക്കും തുല്യ അവസരം ഉറപ്പാക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രകാശ ഗോപുരങ്ങളായി നിലകൊള്ളുന്ന ഓരോ സ്പെഷ്യൽ സ്കൂളും ലോകം ഇതുവരെ കണ്ടെത്താത്ത കഴിവുകളും ആന്തരിക ശക്തികളും ഉണർത്തുന്ന കരുതലും കാവലുമായി നിലകൊള്ളുന്നു. അനാദിയിൽ ദൈവത്തിന്റെ മനസ്സിൽ വിടർന്നതും ഒപ്പം കരുണാർദ്ര സ്നേഹത്തിന്റെ വക്താക്കൾ ആകുക എന്ന ചാരിറ്റി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ദർശനത്തിന് ജീവൻ പകരുന്നതുമായ സ്നേഹ കൂടാരമാണ് കലയുടെയും വരദാനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളുടെയും നെറുകയിൽ നിൽക്കുന്ന ഇരിഞ്ഞാലക്കുടയിലെ പ്രതീക്ഷാഭവൻ. വിഭിന്ന കഴിവുകൾ ഉള്ള മക്കളുടെ വ്യത്യസ്തതകളെ തിരിച്ചറിഞ്ഞ് ബലക്കുറവുകളിൽ ബലം പകർന്ന് പ്രതീക്ഷയോടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഓരോ കുഞ്ഞിനെയും ഉയർത്തുന്ന പ്രതീക്ഷാഭവന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം. പ്രതീക്ഷാ ഭവൻ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂളാണ്. തൃശൂർ രൂപതയിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചനാൽ സ്ഥാപിതമായ ചാരിറ്റി സന്യാസിനി സമൂഹത്തിന്റെ ഡീപോൾ പ്രവശ്യയിൽ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രതീക്ഷാ ഭവൻ 1986 ജൂൺ 16 സ്ഥാപിതമായി. സ്ഥാപക പിതാവ് ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ദർശനങ്ങളോട് ചേർന്ന് വിഭിന്ന ശേഷികളുള്ള കുട്ടികളെ തുല്യ അവസരങ്ങൾ നൽകി സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുകയാണ് പ്രതീക്ഷാ ഭവന്റെ ലക്ഷ്യം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും സഹായവുമാണ് ഈ സ്ഥാപനത്തിന്റെ ശക്തി കേന്ദ്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ 2025-2026 അധ്യയന വർഷത്തിലെ ഒരു ദ്രുതയാത്രയ്ക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി നമ്മുടെ പ്രവേശനോത്സവത്തെപ്പറ്റി സംസാരിക്കാനെത്തുന്നു വൈസ് പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ ലിൻഷ. 2025 ജൂൺ 5 തീയതി സ്കൂളിന്റെ പ്രവേശനോത്സവവും പുതുതായി പണിതീർത്ത റാമിന്റെ ഉദ്ഘാടനവും നടന്നു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ മദർ ലുസീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇരിങ്ങാലക്കുട AEO മിസ്റ്റർ രാജീവ് MS പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയും സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ദാസർ കുറ്റിക്കാടൻ റാമ്പ് വെഞ്ചരിക്കുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. റവറൻ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ CMI, നൂൺ മീറ്റ് ഓഫീസർ മിസ്സിസ് ശ്രീമതി, വാർഡ് കൗൺസിലർ ശ്രീ ജെയ്സൺ പാറേക്കാടൻ, റവറൻ മദർ സീമ പോൾ, PTA പ്രസിഡന്റ് ശ്രീ PC ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. 2025-26 അധ്യയന വർഷത്തിൽ 200 കുട്ടികളാണ് ഇവിടെ പരിശീലനം നേടുന്നത്. 32 അധ്യാപക അന്യാധ്യാപകർ ഇവിടെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നു. പാഠ്യവിഷയങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങളും കലാകായിക പരിശീലനവും കൈത്തൊഴിലുകളിലുള്ള പരിശീലനവും നൽകി വരുന്നു. ഓരോ ദിവസവും അസംബ്ലിയോടുകൂടെ ക്ലാസ് ആരംഭിക്കുന്നു. പ്രാർത്ഥന, പ്രതിജ്ഞ, ന്യൂസ് റീഡിംഗ്, ദൈവവചനം, ദേശീയ ഗാനം, ബർത്ത്ഡേ ആൻഡ് ഫീസ്റ്റ് ഡേ വിഷിംഗ് എന്നിങ്ങനെ മനോഹരമായി ചെയ്യുന്നു. നമ്മുടെ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സിസ്റ്റർ കാന്തിയെ ക്ഷണിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ്.
പ്രതീക്ഷ ഭവന്റെ ഏത് ഉദ്യമങ്ങൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അവരുടെ ശക്തമായ കരങ്ങൾ ഇന്നും പ്രതീക്ഷ ഭവന്റെ പ്രവർത്തനങ്ങൾക്ക് ഉണർവേകുന്നു. നമ്മുടെ സ്കൂളിന്റെ മാനേജിംഗ് ബോർഡ് മെമ്പർ ആയിരുന്ന ശ്രീ അഡ്വക്കേറ്റ് AP ജോർജ് സ്കൂളിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും മാർഗനിർദ്ദേശവും പിന്തുണയും നൽകിയ വ്യക്തിത്വമായിരുന്നു. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ഈ പാവനാത്മാവിന് നിത്യശാന്തി നേരുകയും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷാ ഭവന്റെ മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോളി. ചാരിറ്റി സന്യാസിനി സമൂഹത്തിന്റെ ഇപ്പോൾ പ്രവിശ്യയിലെ സ്പെഷ്യൽ സ്കൂളാണ് ഇരിഞ്ഞാലക്കുട പ്രതീക്ഷ ട്രെയിനിങ് സെന്റർ. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മദർ ലുസീനയും കൗൺസിലേഴ്സും എഡ്യൂക്കേഷണൽ കൗൺസിലർ ബഹുമാനപ്പെട്ട സിസ്റ്റർ POയും കോപ്പറേറ്റീവ് മാനേജർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലെസ്ലിയും ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷാ ഭവൻ സന്ദർശിച്ച് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നതിൽ ബദ്ധശ്രദ്ധരാണ്. പ്രതീക്ഷ ട്രെയിനിങ് സെന്ററിന്റെ പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് മിസ്സിസ് ശ്രീജിത വിവരിക്കുന്നു. 18 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷൻ എന്നിങ്ങനെ ക്ലാസ്സുകളായി തിരിക്കുന്നു. ഒരു ടീച്ചർക്ക് 8 കുട്ടികൾ എന്ന അനുപാതത്തിൽ ഗ്രൂപ്പായും വ്യക്തിപരമായും കുട്ടികളെ അവരുടെ IQ ലെവൽ അനുസരിച്ച് പാഠ്യവിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ, സ്മാർട്ട് ബോർഡ്, വെർക്ക്ഷോപ്പ്, കമ്പ്യൂട്ടർ എന്നിവയുടെ സഹായത്തോടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം 4, 7, 10 ക്ലാസ്സുകളിൽ തുല്യതാ പരീക്ഷ എഴുതി വിജയിക്കുവാനുള്ള പരിശീലനവും കുട്ടികൾക്ക് നൽകുന്നു. കലാകായിക രംഗങ്ങളിലുള്ള കുട്ടികളുടെ മികവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റർ എൽസ സംസാരിക്കുന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഈ കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ളതും പ്രയോജനപ്രദവുമായ മേഖലയാണ് കലാകായിക പരിശീലനം. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ മികവ് തെളിയിക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയട്ടെ. ദേശീയ തലത്തിൽ നടന്ന ബൗളിംഗ് മത്സരത്തിൽ അൻവിൻ സ്റ്റീഫൻ, പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ദാനിയേൽ പൗലോസ്, സൈക്ലിംഗിൽ അനക് KM, ഫുട്ബോൾ കോമ്പറ്റീഷനിൽ അനൻ CR, ഫുട്സാൽ മത്സരത്തിൽ ആഗ്രഹ് ദാസ് എന്നിവർ പങ്കെടുക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തു. ജില്ലാ തലത്തിൽ നടന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തം 1ാം സ്ഥാനവും മോഹിനിയാട്ടം, ഗ്രൂപ്പ് സോങ്, ദേശഭക്തി ഗാനം, പെൻസിൽ ഡ്രോയിങ്, ഗ്രൂപ്പ് ഡാൻസ്, പെയിന്റിംഗ് എന്നിവയ്ക്ക് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അഖില കേരള ഫുട്ബോൾ, ഫുട്സാൽ മത്സരങ്ങളിൽ അനൻ CR ഫുട്ബോളിനും ആഗ്രഹ് ദാസ് BD ഫുട്സാലിനും ദേശീയ തലത്തിലേക്ക് സെലക്ഷൻ ലഭിച്ചു. 2025 സെപ്റ്റംബർ 22-ന് ദാനിയേൽ പൗലോസ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന നാഷണൽ പവർ ലിഫ്റ്റിംഗ് കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്തു. വെസ്റ്റ് ബംഗാളിൽ വെച്ച് നടന്ന നാഷണൽ ഫുട്ബോൾ മത്സരത്തിൽ അനൻ CR പങ്കെടുക്കുകയും കേരള ടീമിന് ഗോൾഡ് മെഡൽ ലഭിക്കുകയും ചെയ്തു. 2025 ഡിസംബർ 14-ന് ഝാർഖണ്ഡിൽ വെച്ച് നടന്ന നാഷണൽ സൈക്ലിംഗ് മത്സരത്തിൽ അനക് KM പങ്കെടുക്കുകയും 5 കിലോമീറ്ററിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും 2026 ജനുവരി 10-ാം തീയതി ഗ്വാളിയറിൽ വെച്ച് നടക്കുന്ന കോച്ചിംഗ് ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. 2025 ഡിസംബർ 4, 5 തീയതികളിൽ കോട്ടയം പാമ്പാടിയിൽ വെച്ച് നടന്ന അഖില കേരള ഫുട്ബോൾ മത്സരത്തിൽ പ്രതീക്ഷാ ഭവൻ പങ്കെടുക്കുകയും 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും ട്രോഫിയും ക്യാഷ് അവാർഡും ലഭിക്കുകയും ചെയ്തു. കുട്ടികൾ നടത്തിയ റിസർച്ച് സ്റ്റഡിയെ കുറിച്ച് മിസ്റ്റർ സനൽ മാനുവൽ സംസാരിക്കുന്നു. ഗ്ലോബൽ യങ് റിസർച്ച് അക്കാദമിയുടെ സഹായത്തോടെ കുട്ടികൾ റിസർച്ച് സ്റ്റഡി നടത്തുകയും
എറണാകുളത്ത് വെച്ച് നടന്ന നാഷണൽ റിസർച്ച് കോൺഫറൻസ് ഫോർ ചിൽഡ്രൻ എന്ന സമ്മേളനത്തിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി ക്വാളിറ്റി ഓഫ് സ്റ്റിക്കർ പേസ്റ്റിംഗ് ഓൺ ദ ബോട്ടിൽ എന്ന വിഷയത്തിൽ പേപ്പർ പ്രസന്റേഷൻ നടത്തുകയും 2ാം സ്ഥാനം ലഭിക്കുകയും ക്യാഷ് അവാർഡ്, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കുകയും ചെയ്തു. വിവിധ തരത്തിലുള്ള മണ്ണിൽ വിത്തുകൾ മുളപ്പിച്ച് അതിന്റെ വളർച്ചയെക്കുറിച്ച് താരതമ്യ പഠനം നടത്തുന്ന ഒരു സ്റ്റഡിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷാ ഭവനിലെ PTA പ്രവർത്തനങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസി വിശദീകരിക്കുന്നു. അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ വിജയമെന്ന് എടുത്തു പറയട്ടെ. ഓരോ അധ്യയന വർഷത്തിലും രക്ഷാകർത്താക്കൾക്കായി ബോധവൽക്കരണ സെമിനാറുകളും ക്ലാസുകളും നൽകി വരുന്നു. 13 അംഗങ്ങളുള്ള PTA കമ്മിറ്റി PTA പ്രസിഡന്റ് ശ്രീ PC ജോർജിന്റെ നേതൃത്വത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ച് കുട്ടികളുടെയും സ്പെഷ്യൽ സ്കൂളുകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരത്തിൽ മാതാപിതാക്കളും ടീച്ചേഴ്സും പങ്കെടുത്തു. ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്നതിനായി മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ ചാക്കിൽ മണ്ണ് നിറയ്ക്കുകയും പച്ചക്കറി തൈകൾ നടുകയും ചെയ്തു. പ്രതീക്ഷാ ഭവനിലെ അധ്യാപക അനധ്യാപകരെ കുറിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിനി വിവരിക്കുന്നു. 32 പേരടങ്ങുന്ന അധ്യാപക അനധ്യാപകർ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ ഇവിടെയുള്ള കുഞ്ഞുങ്ങളുടെ ശരിയായ പരിശീലനത്തിൽ നിസ്തുല സേവനമനുഷ്ഠിക്കുന്നു. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾ പൂർത്തിയാക്കിയ യോഗ്യരായ അധ്യാപകർ ശാക്തീകരണ പരിപാടികളിൽ പങ്കെടുത്ത് നൂതനമായ അറിവുകൾ നേടുകയും ചെയ്യുന്നു. CRE കോഴ്സുകളിലും SERT നൽകുന്ന ട്രെയിനിങ്ങുകളിലും പങ്കെടുത്ത് കാലാനുസൃതമായ അപ്ഡേറ്റ് വരുത്തുവാൻ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നു. ഓരോ വർഷത്തെയും പ്രധാനപ്പെട്ട ദിനാഘോഷങ്ങൾ എങ്ങനെ കളർഫുൾ ആക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റർ റീന വിശദീകരിക്കുന്നു. പ്രധാനപ്പെട്ട ദിനങ്ങളെല്ലാം അതതിന്റെ പ്രാധാന്യത്തോടെ വർണ്ണശബളമായി ആഘോഷിക്കുന്നു. ലോക പരിസ്ഥിതി ദിനം 2025 ജൂൺ 5 ഈസാഫ് ബാങ്കിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ഈസാഫ് ഫൗണ്ടേഷൻ ബാലജ്യോതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇലകൾ പച്ച എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുകയും പ്രതീക്ഷാ ഭവൻ മദർ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മദർ സീമ പോൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും ഈസാഫ് ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ മിസ്റ്റർ വിനു വിൽസൺ പച്ചക്കറി ചെടികളും വിത്തുകളും പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ സുജിതയ്ക്ക് കൈമാറുകയും വാർഡ് കൗൺസിലർ ശ്രീ ജേസൺ പാറേക്കാടൻ, PTA പ്രസിഡന്റ് ശ്രീ PC ജോർജ്, പ്രോജക്ട് കോർഡിനേറ്റർ ഷൈനി ജോൺ എന്നിവർ സന്നിഹിതരായിരിക്കുകയും ചെയ്തു. വായനാ ദിനം 2025 ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളെ 3 കാറ്റഗറികളായി തിരിച്ച് വിവിധ മത്സരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. യോഗാ ദിനം 2025 ജൂൺ 21 യോഗാ ദിനമായതിനാൽ കുട്ടികൾക്ക് ക്ലാസ് അടിസ്ഥാനത്തിൽ യോഗ പരിശീലനം നൽകി. സ്കൂളിൽ നടന്ന ഫുഡ് ഫെസ്റ്റിനെ കുറിച്ച് മിസ്സിസ് ശോഭന സംസാരിക്കുന്നു. നാഷണൽ ന്യൂട്രീഷൻ വീക്കിനോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡയറ്റീഷ്യൻ റോഷ്മി രതീഷ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അതോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റ് നടത്തുകയും ചെയ്തു. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അംബിക പള്ളിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയും വാർഡ് കൗൺസിലർ ശ്രീ ജെയ്സൺ പാറേക്കാടൻ, ബഹുമാന്യ മദർ സീമ പോൾ, PTA പ്രസിഡന്റ് ശ്രീ PC ജോർജ് എന്നിവരും സന്നിഹിതരായിരുന്നു. സ്വാതന്ത്ര്യദിനം 2025 ഓഗസ്റ്റ് 15 ക്രൈസ്റ്റ് മൊണാസ്ട്രിയിലെ റവറന്റ് ഫാദർ ജോർജ് നരേപ്പറമ്പിൽ CMI ദേശീയ പതാക ഉയർത്തി. CNRAയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പരിപാടികൾ ശ്രീ ഇന്നസെന്റ് സോണറ്റ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് കളറിംഗ് മത്സരം, പോസ്റ്റർ മേക്കിംഗ്, ഫാൻസി ഡ്രസ്, ഗാന്ധി ചിന്തകൾ അവതരണം, ക്വിസ് മത്സരം, ദേശഭക്തി ഗാന മത്സരം എന്നിവ നടത്തുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ടീച്ചേഴ്സ് ഡേ 2025 സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേയോടനുബന്ധിച്ച് ടീച്ചേഴ്സിന് വേണ്ടി പ്രയർ സർവീസ് നടത്തുകയും എല്ലാ അധ്യാപക അനധ്യാപകരും ദൈവത്തിനു മുമ്പിൽ ദീപം തെളിയിക്കുകയും ഓരോ ടീച്ചേഴ്സിന്റെയും വീഡിയോ പ്രസന്റ് ചെയ്യുകയും ഗിഫ്റ്റ് നൽകുകയും ചെയ്തു. ഗാന്ധി ജയന്തി 2025 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾ ഗാന്ധിജിയുടെ വേഷമണിയുകയും സ്വച്ഛ ഭാരതിനോടനുബന്ധിച്ചുള്ള പ്രതിജ്ഞ അസംബ്ലിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഗാന്ധി തോട്ട്സ് മത്സരം നടത്തുകയും
വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. സ്പോർട്സ് ഡേ 2025 ഡിസംബർ 2 സ്പോർട്സ് ഡേ നടത്തുകയും ക്രൈസ്റ്റ് കോളേജിലെ BPE ഡിപ്പാർട്ട്മെന്റ് സഹയോഗി എന്ന പേരിൽ കുട്ടികൾക്കായി പലതരത്തിലുള്ള ഗെയിംസ്, യൂണിഫൈഡ് ഫുട്ബോൾ എന്നിവയും നടത്തി. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോളി ആൻഡ്രൂസ് മാണിക്കൽ, മിസ്റ്റർ അരവിന്ദ്, മിസ്സിസ് നീന എന്നിവരും സന്നിഹിതരായിരുന്നു. ശിശുദിനം 2025 നവംബർ 14 ശിശുദിനം ആഘോഷിക്കുകയും കുട്ടികൾ ചാച്ചാജിയുടെ വേഷമണിഞ്ഞ് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. സ്കൂളിലെ വിവിധ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ കുറിച്ച് മിസ്സിസ് സൗമ്യ വിവരിക്കുന്നു. തീർച്ചയായും കുട്ടികൾ വലിയ ആനന്ദത്തോടെ മികവുറ്റ രീതിയിൽ ഓരോ ആഘോഷത്തിനും പങ്കെടുക്കുകയും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. 2025 ജൂൺ 24 ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണുക്കാടൻ പിതാവിന്റെ ഫീസ്റ്റ് ആഘോഷിക്കുകയും അഭിമന്യ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കുട്ടികളോട് ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തു. പ്രിൻസിപ്പൽ ഡേ 2025 ഓഗസ്റ്റ് 23 പ്രിൻസിപ്പൽ ബഹുമാന്യ സിസ്റ്റർ സുജിതയുടെ ഫീസ്റ്റ് കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. ഓണാഘോഷം 2025 ഓഗസ്റ്റ് 27 ഓണാഘോഷത്തോടനുബന്ധിച്ച് ചെണ്ടമേളത്തോടെ അതിഥികളെ വരവേൽക്കുകയും മുൻ MLA ശ്രീ തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ തിരുവാതിര, ഓണപ്പാട്ട്, കൈകൊട്ടിക്കളി, വള്ളംകളി എന്നീ പരിപാടികൾ ഉണ്ടായിരുന്നു. ന്യൂൺ മെയിൽ ഓഫീസർ മിസ്സിസ് ശ്രീമതി മുരളി, ശ്രീ ജേസൻ പാറേക്കാടൻ, മദർ സീമ പോൾ, PTA പ്രസിഡന്റ് ശ്രീ PC ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. റവറൻ ഫാദർ ജോളി വടക്കൻ ഓണസദ്യ ആശീർവദിക്കുകയും ചെയ്തു. ഫൗണ്ടർ ഡേ 2025 ഒക്ടോബർ 13 ചാരിറ്റി സന്യാസിനി സമൂഹ സ്ഥാപകൻ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ സൂക്ത മത്സരം, ഫാൻസി ഡ്രസ്, സ്ഥാപക ചിത്രം അലങ്കരിക്കൽ തുടങ്ങിയ മത്സരങ്ങൾ നടത്തുകയും വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ടീച്ചേഴ്സിന് ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയും ഇവിടെ നിന്നും വിജയികളായവർ ചാരിറ്റി കോൺഗ്രിഗേഷന്റെ മരിയ ഭവൻ ജനറലേറ്റിൽ വെച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുകയും മിസ്റ്റർ സനിൽ, മിസ്സിസ് വിൻസി എന്നിവർ 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും കുട്ടികൾക്കായി നടത്തിയ സ്ഥാപക സൂക്ത മത്സരത്തിൽ ശിവപ്രസാദ്, ജസ്വിൻ, ബെസ്റ്റിൻ ബാബു എന്നിവർ സമ്മാനം നേടുകയും ചെയ്തു. മാനേജർ ഡേ പ്രതീക്ഷ ട്രെയിനിംഗ് സെന്ററിന്റെ മാനേജർ ബഹുമാന്യ മദർ സീമ പോളിന്റെ ഫീസ്റ്റ് കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. ഓട്ടിസം ഡേ ഡേയോടനുബന്ധിച്ച് 2025 ഏപ്രിൽ 1 ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ R. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നിന്ന് മുനിസിപ്പൽ ഗ്രൗണ്ടിലേക്ക് നടന്ന മാരത്തോണിൽ കുട്ടികളും സ്റ്റാഫും പങ്കെടുക്കുകയും കുട്ടികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. വേവ്സ് ഓഫ് ലവ് കപ്പൽ യാത്ര 2025 ഏപ്രിൽ 10 എറണാകുളം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്ന് 10 കുട്ടികൾക്കും ഒരു സ്റ്റാഫിനും കപ്പൽ യാത്രയ്ക്ക് അവസരം ലഭിക്കുകയും കുട്ടികൾ കപ്പൽ യാത്ര ആസ്വദിക്കുകയും ചെയ്തു. ബാലജ്യോതി ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മിസ്സിസ് അനിത സംസാരിക്കുന്നു. ഇസാഫ് ബാങ്കിന്റെ നേതൃത്വത്തിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബാലജ്യോതി ക്ലബ്ബ് ആരംഭിച്ചു. ബാലജ്യോതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം, ശിശുദിന ആഘോഷ പരിപാടികൾ, ഓരോ മാസവും ലഹരിക്കെതിരായ ബോധവൽക്കരണം, നല്ല ആരോഗ്യശീലങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകളും നൽകുന്നു. ഈ വർഷത്തെ ബെസ്റ്റ് സ്പെഷ്യൽ ടീച്ചർ അവാർഡിനെ കുറിച്ച് മിസ്സിസ് മല്ലിക വിവരിക്കുന്നു. ക്രൈസ്റ്റ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് നൽകിയ ഫാദർ ഡിസ്മാസ് ബെസ്റ്റ് സ്പെഷ്യൽ ടീച്ചർ അവാർഡിന് റവറൻ സിസ്റ്റർ കാന്തി അർഹയായി. കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഏർപ്പെടുത്തിയ ബെസ്റ്റ് സ്പെഷ്യൽ ടീച്ചർ അവാർഡിന് മിസ്റ്റർ സനിൽ മാനുവൽ അർഹനായി. ക്രിസ്തുമസ് ആഘോഷം 2025 ഡിസംബർ 22 ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് ക്രിസ്തുമസ് പാപ്പായുടെ വേഷത്തിൽ എല്ലാവരും ഹാളിൽ ഒരുമിച്ച് കൂടി. ബഹുമാന്യ സിസ്റ്റർ സുജിത ഏവർക്കും സ്വാഗതം ആശംസിക്കുകയും
ബഹുമാന്യ മദർ സീമ പോൾ ക്രിസ്തുമസ് സന്ദേശം നൽകുകയും മാസ്റ്റർ ടൊവിനോ സോളമൻ ലക്കി സ്റ്റാർ സെലക്ട് ചെയ്യുകയും PTA പ്രസിഡന്റ് ശ്രീ PC ജോർജ് കേക്ക് മുറിക്കുകയും ബഹുമാന്യ സിസ്റ്റർ ജിനി ഏവർക്കും നന്ദി പറയുകയും ചെയ്തു. കുട്ടികൾക്ക് നൽകുന്ന തൊഴിൽ പരിശീലനത്തെക്കുറിച്ച് മിസ്സിസ് മിനി വിശദീകരിക്കുന്നു. വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ വിവിധ ജോലികളിൽ പരിശീലനം നേടുന്നു. ലേബലിംഗ്, കവർ നിർമ്മാണം, സ്ക്രീൻ പ്രിന്റിംഗ്, പേപ്പർ ബാഗ് നിർമ്മാണം, അലുമിനിയം ഫാബ്രിക്കേഷൻ, ബുക്ക് ബൈൻഡിംഗ്, LED ബൾബ് സോൾഡറിംഗ്, ഫയൽ നിർമ്മാണം, പ്ലാസ്റ്റിക് കവർ നിർമ്മാണം, തയ്യൽ പരിശീലനം, കോഴി, മുയൽ, ഗിനിപിഗ് എന്നിവയുടെ പരിപാലനം, വെജിറ്റബിൾ ഗാർഡനിംഗ്, ക്ലാസ് അടിസ്ഥാനത്തിൽ പച്ചക്കറിത്തോട്ടം സംരക്ഷിക്കൽ എന്നിവയിൽ പരിശീലനം നൽകുന്നു. 2025 ഓഗസ്റ്റ് 25 തൃശൂർ കളക്ടറേറ്റിൽ വെച്ച് കൂടെ എന്ന പേരിൽ നടന്ന മാർക്കറ്റിംഗ് ഫയർ ആൻഡ് എക്സിബിഷനിൽ പങ്കെടുക്കുകയും കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വിറ്റഴിക്കുകയും ചെയ്തു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഈ കുട്ടികൾക്ക് നൽകുന്ന തെറാപ്പികളെ കുറിച്ച് മിസ് ആഗന സംസാരിക്കുന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ശാക്തീകരണത്തിന് തെറാപ്പികൾ അത്യാവശ്യമാണ്. സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, യോഗ തെറാപ്പി, മ്യൂസിക് തെറാപ്പി എന്നിവ നൽകി വരുന്നു. ഓട്ടിസമുള്ള കുട്ടികളുടെ സെൻസറി ഇഷ്യൂസ് റിലീസിനു വേണ്ടി സെൻസറി റൂമും ഉപയോഗപ്പെടുത്തുന്നു. കുട്ടികൾക്ക് നൽകുന്ന പ്രയർ തെറാപ്പിയെ കുറിച്ച് മിസ്സിസ് വിൻസി സംസാരിക്കുന്നു. 2025 ജൂൺ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി റവറൻ ഫാദർ ജോസ് കേളംപറമ്പിൽ CMI സ്കൂൾ വെഞ്ചരിച്ചു. 2025 ഒക്ടോബർ 30 ജപമാല ദിനമായി ആചരിക്കുകയും കുട്ടികൾ ക്ലാസ് അടിസ്ഥാനത്തിൽ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2025 ഓഗസ്റ്റ് 7 ദിവ്യകാരുണ്യ ആരാധന നടത്തുകയും കുട്ടികൾ ക്ലാസ് അടിസ്ഥാനത്തിൽ പള്ളിയിൽ വന്ന് പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. സ്കൂൾ വിസിറ്റ്, വോളണ്ടറി സർവീസ്, ഇന്റേൺഷിപ്പ് എന്നിവയെ കുറിച്ച് മിസ് അനാമിക വിശദീകരിക്കുന്നു. വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും സ്കൂൾ സന്ദർശിക്കുന്നതിനും ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനും കുട്ടികൾ വരികയും പ്രതീക്ഷാ ഭവനിലെ കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാറുമുണ്ട്. വോളണ്ടറി സർവീസിന് വേണ്ടിയും പല വ്യക്തികളും ഇവിടേക്ക് കടന്നു വരികയും സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഈ വർഷത്തെ അവാർഡ് ജേതാക്കളെ കുറിച്ച് മിസ്സിസ് മേഴ്സി സംസാരിക്കുന്നു. ശ്രീ MC പോൾ മാമ്പള്ളി ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതീക്ഷാ ഭവൻ ബെസ്റ്റ് ടീച്ചർ അവാർഡിന് ഈ വർഷം ബഹുമാന സിസ്റ്റർ ജോളി അർഹയായി. കഴിഞ്ഞ 39 വർഷമായി ഇവിടെ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചു വരികയാണ് സിസ്റ്റർ. മാളിയേക്കൽ MP ജോർജിന്റെയും മേരി ജോർജിന്റെയും പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡിന് ലിജോമോൻ PL, അഞ്ജലി TA എന്നിവർ അർഹരായി. ഈ സ്ഥാപനത്തിൽ പരിശീലനം നേടിയിരുന്നതും ഇപ്പോൾ സ്വർഗത്തിൽ സന്തോഷവാനായിരിക്കുന്ന ചിക്കു വർഗീസിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ സഹായ എൻഡോവ്മെന്റിന് വിജിത AU, ശ്രീ CJ സ്റ്റാൻലി ചികിത്സാ സഹായ എൻഡോവ്മെന്റിന് സനൽ TJ എന്ന കുട്ടിയും അർഹരായി. പ്രതീക്ഷാ ഭവന്റെ ഉപകാരികളെ കുറിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഹേമ വിശദീകരിക്കുന്നു. 2025-2026 അധ്യയന വർഷത്തിൽ ഈ സ്ഥാപനത്തെ സഹായിച്ച സുമനസ്സുകളുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കുറച്ചു നാളുകളായി എല്ലാവരും കാത്തിരുന്ന ഒരു റാമ്പിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കടന്നു വന്ന ഒരുപാട് സുമനസ്സുള്ള വ്യക്തികളുണ്ട്. ട്രിനിറ്റി എയർ ട്രാവൽസ് ആൻഡ് ടൂർ ലിമിറ്റഡ്, KP
Oil Mills Private Limited, JN Freight Forwards Private Limited, loving memory of Varghese Anthony Katla, loving memory of Jose Chittilappilly. ശ്രീ ആൽബിൻ ചിറ്റിലപ്പിള്ളി വർഷങ്ങളായി ഓണാഘോഷ പരിപാടികളുടെ സകല ചിലവുകളും നിർവഹിക്കുന്നു. അങ്കമാലി ഫിസാറ്റിൽ നിന്നും കുട്ടികളുടെ പരിശീലനത്തിനായി 3 കമ്പ്യൂട്ടറുകൾ നൽകി. ഇരിഞ്ഞാലക്കുട സെൻട്രൽ റോട്ടറി ക്ലബ് പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കായി 4 മേശകളും 11 കസേരകളും നൽകി. ഇരിഞ്ഞാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജൂബിലിയോടനുബന്ധിച്ച് കമ്പ്യൂട്ടർ ലാബിലേക്ക് ആവശ്യമായ കസേരകൾ നൽകി. ഇരിഞ്ഞാലക്കുട സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും പ്രതീക്ഷാ ഭവന്റെ മുറ്റം ഡ്രസ് വർക്ക് ചെയ്യാനും ടൈൽ വർക്കിനുമായി CSR ഫണ്ടായ 8 ലക്ഷം രൂപ നൽകി. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ പ്രതീക്ഷാ ഭവന്റെ മെയിൻ ബിൽഡിംഗിൽ നിന്നും BTCയിലേക്ക് ഒരു എക്സ്റ്റൻഷൻ റാമ്പ് നിർമ്മിക്കുന്നതിനായി 17,50,000 രൂപ CSR ഫണ്ട് അനുവദിച്ചു. ഈ വർഷം പ്രതീക്ഷാ ഭവനിൽ നിന്നും നമ്മെ വേർപിരിഞ്ഞ സ്വർഗത്തിലെ മാലാഖമാരെ കുറിച്ച് മിസ്സിസ് സരിത വിവരിക്കുന്നു. സ്വർഗത്തിലെ മാലാഖമാർ നമ്മുടെ സ്കൂളിന്റെ ഭാഗമായിരുന്ന, നമ്മോടൊപ്പം പഠിക്കുകയും ചിരിക്കുകയും സ്വപ്നങ്ങൾ കാണുകയും ചെയ്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ മുഹമ്മദ് ജാസിം, രാജീവ് PD, അഞ്ജു തോമസ് എന്നിവർ സ്വർഗത്തിൽ മിന്നുന്ന താരങ്ങളായി വിളങ്ങുന്നു. ഇവരുടെ സാന്നിധ്യം നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം ഒരിക്കലും മായുന്നില്ല. അവർ പങ്കുവച്ച സ്നേഹവും സൗഹൃദവും ഓർമ്മകളും നമ്മെ എന്നും മുന്നോട്ട് നയിക്കും. ഈ അവസരത്തിൽ അവരുടെ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള അനുശോചനങ്ങൾ അറിയിക്കുന്നു. ആശയോടും ആശങ്കയോടും കൂടെ ഇവിടെ എത്തുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പ്രതീക്ഷയും പ്രചോദനവും നൽകി ജൈത്രയാത്ര തുടരുന്ന പ്രതീക്ഷാ ഭവന്റെ കൂടെ നിൽക്കുന്ന സുമനസ്സരായ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഓർത്ത് ഏവർക്കും നന്ദി പറയുന്നു. ഏവർക്കും ഐശ്വര്യവും നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച പ്രതീക്ഷാ ഭവൻ സാരഥി റെവറൻഡ് സിസ്റ്റർ സുജിതയ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ യോഗത്തില് നമ്മെല്ലാവരെയും സ്വാഗതം ചെയ്ത പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് റവറൻഡ് മദർ ലുസീന, നമ്മുടെ പെരിയ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ലാസ്റച്ചൻ, ക്രൈസ്റ്റ് മൊണാസ്ട്രിയുടെ പ്രിയോരച്ചൻ ജോയച്ചൻ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റീജിയണൽ മാനേജറും അസിസ്റ്റന്റ് ജനറൽ മാനേജറും ആയിരിക്കുന്ന മിസ്സിസ് റാണി സക്രിയാസ്, വേദിയിലായിരിക്കുന്ന ശ്രീ ജിജി, റിപ്പോർട്ട് അവതരിപ്പിച്ച സിസ്റ്റർ സുജിത, പ്രിയമുള്ള സിസ്റ്റർ പിയോ, മുനിസിപ്പൽ കൗൺസിലർ മിസ്സിസ് റോണി പോൾ മാവേലി, PTA പ്രസിഡന്റ് ശ്രീ PC ജോർജ്, സീനിയർ സൂപ്രണ്ട് മിസ്റ്റർ പ്രേംജി, മദർ സീമ പോൾ, വേദിയിലും സദസ്സും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള വൈദിക സുഹൃത്തുക്കളെ, പ്രിയമുള്ള സമർപ്പിതരെ, പ്രതീക്ഷാ ഭവനിലെ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, PTA ഭാരവാഹികളെ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ക്ഷണിതാക്കളായി തെറ്റിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടുകൂടെയും ചെയ്യുക. റോമക്കാർക്കിന്റെ ലേഖനത്തില്
12-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നതാണ്. ഈ 3 കാര്യങ്ങളും സമ്യക്കായിട്ട് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്ന ഒരിടമാണ് ഈ പ്രതീക്ഷാഭവൻ. ഈ പ്രതീക്ഷാഭവനിലെ സിസ്റ്റേഴ്സ്, പ്രിൻസിപ്പള് തുടങ്ങി സ്റ്റാഫ് അംഗങ്ങള് അവർ ചെയ്യുന്ന കാരുണ്യം അത് പ്രസന്നതയോടുകൂടെ അവർ നിർവഹിക്കുന്നു. ഈ പ്രതീക്ഷാഭവനം കഴിഞ്ഞ 39 വർഷങ്ങളായിട്ട് നേതൃത്വം നൽകുന്ന ഡീപോൾ ചാരിറ്റി കോൺഗ്രിഗേഷന്റെ ഡീപോൾ പ്രൊവിൻസ് വളരെ തീഷ്ണതയോടുകൂടെ, വളരെ ആത്മാർത്ഥതയോടുകൂടെ നേതൃത്വം നൽകുന്നു. ഇപ്പോൾ നമ്മുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലൂസീനയുടെ നേതൃത്വത്തിലുള്ള ടീമും വളരെ വളരെ തീഷ്ണതയോടുകൂടെ നേതൃത്വം കൊടുക്കുന്നു. ഈ പ്രതീക്ഷാഭവനിലെ 200 കുട്ടികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകാൻ ഒരുപാട് പേര് ഔദാര്യത്തോടുകൂടെ ദാനം ചെയ്യുന്നു. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടുകൂടെ ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത് 3ഉം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്ന ഒരിടമാണ് ഈ കലാലയം. ഈ കലാലയത്തിന്റെ ദർശനം എന്ന് പറയുന്നത് ഡോണ്ട് ലുക്ക് അറ്റ് അവർ ഡീമെറിറ്റ്സ് ബട്ട് ലുക്ക് അറ്റ് അവർ മെറിറ്റ്സ്. ഞങ്ങളുടെ പോരായ്മകളിലേക്ക് നിങ്ങൾ നോക്കല്ലേ, ഞങ്ങളുടെ പോരായ്മകളല്ല നിങ്ങൾ കാണേണ്ടത്, ഞങ്ങളുടെ കഴിവുകൾ. ഓരോ മനുഷ്യനും ദൈവം പ്രത്യേകം കഴിവുകൾ നൽകിയിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് നൽകുന്ന കഴിവുകൾ ചിലപ്പോൾ കുഞ്ഞു മക്കൾക്ക് ഇല്ല. പക്ഷേ അവർക്ക് ദൈവം പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഈ പ്രതീക്ഷാഭവൻ ആ കുട്ടികളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് ഈ കുട്ടികളെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കലാലയത്തിന്റെ വലിയ മുഖമുദ്ര. അതാണ് ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യവും. ഇതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ന് വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സർക്കാർ ഗ്രാന്റ് പ്രഖ്യാപിച്ചു എങ്കിലും നമ്മുടെ മുൻ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന ശ്രീ KM മാണി ഉള്ളപ്പോൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് നൽകണമെന്ന് സർക്കാർ തീരുമാനിച്ചു. എന്നാൽ അത് 18 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമായിട്ട് പിന്നീട് നിജപ്പെടുത്തി. അങ്ങനെ നിജപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി, നമ്മുടെ സാധാരണ എയ്ഡഡ് സ്കൂളുകളിലേക്ക് അവരുടെ അഡ്മിഷൻ പൂർത്തീകരിക്കാൻ ഇതുപോലെയുള്ള കുട്ടികളെ എല്ലാവരെയും സ്വാഗതം ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് ഈ സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. 18 വയസ്സ്, ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞ് 18 വയസ്സൊക്കെ ആവാറാകുമ്പോൾ ആ സ്കൂളുകളിൽ നിന്ന് അവരെ കൊണ്ടുവരും. അപ്പോൾ ഇതുപോലെയുള്ള കലാലയങ്ങളിലേക്ക് കൊണ്ടുവരും. അവർ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കേണ്ടത്. എന്നാൽ എയ്ഡഡ് സ്കൂളുകളിൽ പലപ്പോഴും അതിനുള്ള സൗകര്യങ്ങളില്ല. ഒരു കൂട്ടായിട്ടുള്ള പരിശീലനം, ഒരു തൊഴിലധിഷ്ഠിത പരിശീലനം കൊടുക്കാനായിട്ട് സൗകര്യം ഉണ്ടാകില്ല. അപ്പോൾ ഈ 18 വയസ്സ് കഴിഞ്ഞ് ഈ കലാലയങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരും മാതാപിതാക്കൾ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു പരിശീലനം സ്വീകരിക്കേണ്ട കാലഘട്ടം തീർന്നു ഇരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് സർക്കാരാകട്ടെ ഗ്രാന്റ് നൽകുന്നില്ല. അപ്പൊ പിന്നെ അത് എങ്ങനെ മുന്നോട്ട് പോകും? ഔദാര്യമതികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള മാനുഫാക്ചേഴ്സിന്റെ സഹകരണം കൊണ്ട് മാത്രമേ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിന്ന് പോകുള്ളൂ. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് സർക്കാരുകളോട്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും ഈ ഗ്രാന്റ് കൊടുക്കണം. കാരണം ഈ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. നാം കൊടുക്കുന്ന ടാക്സ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ആ ടാക്സ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കും അവകാശപ്പെട്ടതാണ്. അത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടത് അനിവാര്യവുമാണ്. തീർച്ചയായിട്ടും
ഒരു പുനർവിചിന്തനം ഈ തലത്തിൽ നടക്കണമെന്നുള്ള കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രതീക്ഷാ ഭവൻ ഇന്ന് വലിയ സേവനമാണ് ഈ പ്രദേശത്തുള്ള കുടുംബങ്ങൾക്കായിട്ട് നൽകുന്നത്. 200ഓളം കുട്ടികളെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പരിശീലനം നൽകുക എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും പ്രതീക്ഷാ ഭവന്റെ അധ്യാപകരെയും മാനേജ്മെന്റിനെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ വാർഷികത്തിന്റെ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഇനിയും കൂടുതലായിട്ട് ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടുകൂടെ ചെയ്യാനും, ഇനിയും കൂടുതലായിട്ട് നേതൃത്വം നൽകുന്നവർ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ചെയ്യാനും, കരുണ കാണിക്കുന്നവർ കൂടുതൽ പ്രസന്നതയോടുകൂടെ ചെയ്യുവാൻ തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഇവിടെയുള്ള കലാപരിപാടികൾ വളരെ ആകർഷണീയമാണ്. ഞാൻ ഈ സ്റ്റേജില് പ്രയർ ഡാൻസ് കണ്ടപ്പോൾ സാധാരണ കുട്ടികൾ, നോർമലി ഇന്റലക്ച്വൽ കുട്ടികൾ നടത്തുന്നതിനേക്കാളും വളരെ ആകർഷകമായിട്ട്, വളരെ ക്രമീകൃതമായിട്ട് നടത്തി ഞാൻ കുട്ടികളെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ പേരിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ബെൻസെറ്റും വളരെ മനോഹരമായിട്ട് നൽകി. ഇവിടെയുള്ള സ്വാഗതത്തിന്റെ സമയത്ത് നൽകിയ വിളക്കൊക്കെ വളരെ നൂതനമായിട്ടുള്ള ചൈതന്യത്തോടുകൂടെ ചെയ്തതാണ്. അതിനൊക്കെ അഭിനന്ദനങ്ങൾ നൽകുകയും ഇനി വരാൻ പോകുന്ന കലാപരിപാടികൾക്ക് എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് നിങ്ങൾ എല്ലാവരുടെ പേരിലും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വസിക്കുന്ന പഠിക്കുന്ന കുട്ടികളുടെ നിഷ്കളങ്കതയും അവരെ വളർത്തുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന അധ്യാപകന്മാരുടെ സമർപ്പണ ബോധവും ആണ് അതിൻ്റെ പുറകിൽ. പ്രതീക്ഷാ ഭവന്റെ 39ാം വാർഷികാഘോഷ പരിപാടിക്ക് എലോറ 2026 എന്ന് പേരിട്ട് പ്രകാശിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സ്നേഹപൂർവ്വം നേരുകയാണ്. സമയം വൈകിയിരിക്കുന്നു. പിതാവിന് 6:30 പരിപാടിയുണ്ട്, പിതാവ് പോയി. എനിക്ക് 7 മണിക്ക് പരിപാടിയുണ്ട്. ജിജിക്ക് 7:15 പരിപാടിയുണ്ട്.
അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പരിപാടികളുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സിദ്ധികൾ വ്യത്യസ്തങ്ങളാണ്. കായികവും കലാപരവുമായിട്ടുള്ള സിദ്ധികൾ. അങ്ങനെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും സിദ്ധികളുണ്ട്. അവരുടെ സിദ്ധികളെ നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന്, തെക്ക് പടിഞ്ഞാറ് അറ്റത്ത് നിന്ന് അങ്ങ് വടക്ക് ഹിമാലയത്തിൻ്റെ ഉത്തംഗ ശൃംഗത്തിലേക്ക് എത്തിക്കുവാൻ കഴിയത്തക്ക വിധം നാഷണൽ വിന്നേഴ്സായി, അവാർഡ് ജേതാക്കളായി നമ്മുടെ പ്രതീക്ഷാഭവൻ്റെ മക്കൾ ഉയർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു, പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വലിയ അഭിമാനത്തോടെ ഈ അവാർഡ് ജേതാക്കളായിട്ടുള്ള പവർ ലിഫ്റ്റിംഗ് ദാനിയേൽ പൗലോസ്, ബൗളിംഗ് ആൻവിൻ കെസ്, ഫുട്ബോൾ അനൻസിയാർ, സൈക്ലിംഗ് അനക് KM, ഫുട്സാൽ ആഗ്ര ദാസ് എന്നിവരെ ആത്മാർത്ഥമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നമ്മുടെ ഇരിഞ്ഞാലക്കുട ദേശത്തിൻ്റെ പേരിലും വളരെ അഭിമാനത്തോടെ ആശംസിക്കുന്നു, നന്മകൾ നേരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. Award giving, ever loving memory of Kundivarvil Lolapan Kochapu. നാഷണൽ ബൗളിംഗ് വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ട അൻവിൻ KS. Award giving, ever loving memory of Kundivarvil Rosie Kochapu. നവംബറിൽ വെസ്റ്റ് ബംഗാളിൽ വെച്ച് നടന്ന നാഷണൽ ഫുട്ബോൾ മത്സരത്തിൽ കേരള ടീമിൽ മത്സരിക്കുകയും ഗോൾഡ് മെഡൽ ലഭിക്കുകയും ചെയ്ത അനൻസിയ. അനൻസിയ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തേണ്ടതാണ്. അനൻസിയാറിന് വേണ്ടി അനൻസിയാറിന്റെ അമ്മ ഈ സമയം സമ്മാനം ഏറ്റുവാങ്ങുന്നു. അവാർഡ് ഗീവിംഗ് ഇൻ ലവിംഗ് മെമ്മറി ഓഫ് മിസ്സിസ് ആൻഡ് മിസ്റ്റർ ആന്റണി കണ്ണമ്പുഴ. ഡിസംബറിൽ ജാർഖണ്ഡിൽ വെച്ച് നടന്ന നാഷണൽ സൈക്ലിംഗ് മത്സരത്തിൽ 5 കിലോമീറ്ററിൽ ഗോൾഡൻ മെഡൽ കരസ്ഥമാക്കിയ അനക് KM. Award giving, compliments from Holy George Malekal. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന സംസ്ഥാന ഫുട്സാൽ മത്സരത്തിൽ നാഷണൽ വിന്നറായ ആഗ്രഹ് ദാസ് VD. Award giving, ever loving memory of Mrs. and Mr. MT George Malekal. നാഷണൽ വിന്നേഴ്സായ പ്രതീക്ഷാഭവന്റെ മണിമുത്തുകൾക്ക് ഒരിക്കൽ കൂടി നല്ലൊരു കൈയടികൾ നേർന്നുകൊണ്ട് നമുക്ക് അവർക്ക് അഭിനന്ദനങ്ങൾ നേരാം. സ്നേഹം നിറഞ്ഞ ജോയിയച്ച, സ്വാഗതം പറഞ്ഞ മദർ സിസ്റ്റർ ലുസീന, മുനിസിപ്പൽ കൗൺസിലർ റോണി മാഡം, മറ്റ് സിസ്റ്റേഴ്സ്, സ്നേഹിതരെ, മാതാപിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഇന്ന് ഇവിടെ പ്രാർത്ഥനാ ഗാനം അവതരിച്ചപ്പോൾ മുമ്പിൽ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പാടുപെടുകയായിരുന്നു. കാരണം നമ്മുടെ കുഞ്ഞുമക്കൾ എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. അവരുടെ ഓരോ ചലനത്തിലും ഓരോ പുഞ്ചിരിയിലുമെല്ലാം
അത്രയധികം പ്രതിഭയും ആത്മവിശ്വാസവും എല്ലാം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഇവിടെ വരുമ്പോഴാണ് എല്ലാം തികഞ്ഞവർ എന്ന് വിചാരിക്കുന്ന നമ്മളൊക്കെ എത്ര ചെറുതാണെന്നും നമ്മുടെയൊക്കെ കഴിവുകൾ എത്ര പരിമിതങ്ങളാണെന്നും നമ്മുടെ ഈ കുഞ്ഞുമക്കള് നമ്മളെക്കാളും എത്രയധികം ഉയർന്ന കഴിവുകളുള്ളവരാണെന്നും മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ പ്രാർത്ഥനാ ഗാനം അവതരിപ്പിച്ച നമ്മുടെ മിടുമിടുക്കന്മാർ ഓരോരുത്തർക്കും എത്ര അനുമോദിച്ചാലും മതിയാവില്ല എന്നറിയാം. അവർക്ക് ഏറ്റവും സ്നേഹത്തോടെ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ഇവരെ ഇതിന് പ്രാപ്തരാക്കിയത് ഇവിടെയുള്ള സിസ്റ്റേഴ്സും നമ്മുടെ ടീച്ചേഴ്സുമാണെന്നറിയാം. അവരുടെ നിസ്വാർത്ഥമായ സേവനത്തെ, സമർപ്പണ മനോഭാവത്തെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല. അവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഏറ്റവും അനുമോദനങ്ങളും ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. 2 വർഷം മുമ്പ് ഇവിടെ പ്രതീക്ഷാ ഭവന്റെ ആനുവൽ ഫംഗ്ഷന് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അന്ന് ഇവരുടെ പരിപാടികൾ ഞാൻ കണ്ടതാണ്. അന്ന് നടന്നതിലും ഒരുപടി കൂടി ഉയർന്ന പ്രോഗ്രാംസ് ആണ് ഇന്ന് നമ്മൾ ഇതിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ 2 വർഷത്തിനോടിടയ്ക്ക് ഞാൻ പ്രതീക്ഷാ ഭവൻ പോലെയുള്ള 1-2 സ്കൂളുകളിൽ പോയിരുന്നു. ചാലക്കുടിയിലും വെള്ളികുളങ്ങരയൊക്കെ. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, പ്രതീക്ഷാ ഭവനിലെ മിടുമിടുക്കരായ കുട്ടികളെ പറ്റി ഞാൻ അവിടെ സംസാരിച്ചു, അത്രയധികം മിടുക്കരാണെന്നുള്ളത്. ഒരിക്കൽ കൂടി ഇവരെ ഇതിന് പ്രാപ്തരാക്കിയ ടീച്ചേഴ്സിന് ഞാൻ അനുമോദനം അറിയിക്കുകയാണ്. ഇന്ന് എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ സ്കൂൾ മുറ്റം ഒന്ന് മനോഹരമാക്കുന്നതിന് വേണ്ടി ഡ്രസ് വർക്കും ടൈൽ വർക്കും ചെയ്യുന്നതിന് വേണ്ടി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR പദ്ധതിയുടെ ഭാഗമായി നമുക്ക് 8 ലക്ഷം രൂപ അനുവദിക്കുവാൻ സാധിച്ചു. അത് ആ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ ഏറ്റവും അർഹമായ ജനങ്ങളിലേക്കാണ് ആ ഫണ്ട് എത്തിച്ചേരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബാങ്കിന്റെ മാനേജ്മെന്റിൽ നിന്നും ഏറ്റവും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത്. ഏറെ അഭിമാനിക്കുന്നു. ഇത്രയും മഹത്തായ ഒരു സ്കൂളിന്റെ ഒരു നന്മ പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗമാകുവാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സാധിച്ചതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. അതിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ തന്നെ തെരഞ്ഞെടുത്തതിന് സ്കൂൾ മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും ഏറെയധികം നന്ദി പറയുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ അനേകം കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ സേവനം ആവശ്യമുള്ള അനേകം കുടുംബങ്ങൾക്ക് പ്രകാശം പരത്തുവാൻ ഇവിടുത്തെ സ്കൂളിന്, ഇവിടുത്തെ ടീച്ചേഴ്സിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിന് വിലമതിക്കാനാവാത്ത പിന്തുണ നൽകി വരുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ മിസിസ് റാണി സെക്രട്ടറിക്ക് സ്കൂളിന്റെ സ്നേഹസ്മരണയായി മൊമെന്റോ സമർപ്പിക്കുന്നതിനായി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് മദർ ലൂസീന CSE ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ സ്വപ്ന ലോകത്തല്ല, റിയാലിറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്താണ്. അതിന് ഈ കുട്ടികളെ പ്രാപ്തരാക്കിയത് ഇവിടുത്തെ കുറേ മാലാഖമാരാണ്. സിസ്റ്റേഴ്സും ടീച്ചേഴ്സും അടങ്ങുന്ന മാലാഖമാർ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, കരുണയോടെ ആ മക്കളെ തല്ല് കിട്ടിയാലും ചിരിക്കുന്ന മുഖത്തോടു കൂടെ അവരെ സ്നേഹിച്ചത് കൊണ്ടാണ് ആ മക്കൾ ഇതുപോലെ ഈ വേദിയിൽ അവതരിപ്പിക്കാൻ ഇടവന്നത്. അതുകൊണ്ട് ഈ മാലാഖമാർക്ക്, അമ്മമാർക്ക് വലിയൊരു കയ്യടി കൊടുത്തൂടെ? കയ്യടി പോരാട്ടോ, നിങ്ങൾക്ക് ഭയങ്കര രക്തോട്ടം കിട്ടും കൈയടിച്ചു കഴിഞ്ഞാൽ. ആ കുട്ടികൾ സമ്മാനം വാങ്ങിക്കുമ്പോൾ അവർക്ക് കിട്ടാവുന്നത് നിങ്ങളുടെ കൈയടിയാണ്. നിങ്ങളടിക്കില്ല, നമുക്ക് അടിക്കാൻ പറ്റില്ല, പക്ഷെ അടിക്കണം. ആ കുട്ടികൾ അതുപോലെ സമ്മാനങ്ങൾ നേടി വരുമ്പോൾ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ, കൈയടിച്ചില്ല, പിന്നെ ആരെ കൈയടിക്കുക? നിറഞ്ഞ കൈയടികൾ കൂടെ കുട്ടികൾ ആ സമ്മാനം വാങ്ങിക്കുമ്പോൾ അടിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എതിർപക്ഷക്കാരുണ്ടാകാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഈ വർഷം 8 ലക്ഷം കൊടുത്തു. എല്ലാ വർഷം കൊടുക്കണം കേട്ടോ.
കൈയടിക്കതേ. അർഹമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് കൊടുക്കുന്നതെന്ന് ബോധ്യം ഉണ്ടാകും. അതിപ്പോൾ ബോധ്യമാണല്ലോ. ഈ സമൂഹത്തിൽ ഈ കുട്ടികൾക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. MLA ഫണ്ട് കിട്ടില്ല, MP ഫണ്ടും കിട്ടില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇവരാരെ നോക്കാം? നമ്മുടെ ഓരോരുത്തർ ഉത്തരവാദിത്തമാണ്. ഈ നാടിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വഴി ഇത് തന്നെയാണ്. നിങ്ങളൊക്കെ കുറേയൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഇവിടേക്ക് ഒഴുകുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളത് മനസ്സിലാക്കും. ദൈവത്തിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ ഈ നാട്ടിലേക്ക്, ഇരിങ്ങാലക്കുടയ്ക്ക്, ഈ സ്ഥാപനങ്ങളിൽ കൂടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട് കുറേ സന്തോഷവും സമാധാനവും ശാന്തിയുമുള്ള നാടായി തീരുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു ആഘോഷം നടക്കുമ്പോൾ ആഘോഷത്തിൽ ഈ കുടുംബത്തെയും കൂട്ടിച്ചേർത്ത് വയ്ക്കണം. ആ ഭക്ഷണം ഈ മക്കൾക്കും കൊടുക്കണം. നിങ്ങളുടെ മക്കളെ പോലെ കണ്ടുകൊണ്ട് ഈ സ്ഥാപനം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവരോട് എപ്പോഴും കരുണ കാണിക്കുന്നുണ്ട്. ഇവരുടെ വേദനയോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് എത്രയും പേരിവിടെ വന്നിട്ടുള്ളതും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നിട്ടുള്ളതും. ഇവരെ ചങ്കോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനും സഹായിക്കാനും അനുഗ്രഹിക്കാനും നമുക്കുണ്ടാകണം. ഇവർക്ക് വേറെ സമ്മാനങ്ങളൊന്നും കിട്ടാനൊന്നുമില്ല. ഈ ദൈവത്തിൻ്റെ മക്കളെ നോക്കുന്നതിനുള്ള സംതൃപ്തിയാണ് ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ റാമ്പ് ഉണ്ടാക്കി. ഒരു ലിമിറ്റേഷൻ ആയിരുന്നു, ബിൽഡിങ്ങിൻ്റെ പെർമിഷൻ കിട്ടണമെങ്കിൽ റാമ്പ് ഇല്ല. പക്ഷെ അത് സുന്ദരമായി പലരുടെയും സഹായത്തോടു കൂടെ അത് നിർമ്മിക്കപ്പെട്ടു. പുറത്ത് ഇപ്പോൾ സുന്ദരമായിട്ട് പിള്ളേർക്ക് കളിക്കാനോ ഓടാനോ മീറ്റിംഗ് കൂടാനോ സൗകര്യമായി ഷീറ്റൊക്കെ ഇട്ട് ടൈലൊക്കെ ഇട്ട് ഭംഗിയായിട്ടുണ്ട്. ഇനിയും എന്തൊക്കെ സൗകര്യങ്ങൾ ചോദിക്കുന്നോ വലിയ പ്രൊപ്പോസൽ കൊടുക്കണട്ടാണ്. അവർക്ക് കൊടുക്കണം, വിടരുത്. സൗത്ത് ഇന്ത്യൻ മേഖല വിടരുത്. അവർ സഹായിക്കും. അവർ നമ്മുടെ കൂടെയുണ്ട്, തൊട്ടടുത്തുള്ള അയൽക്കത്തുള്ളവരാണ്. നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരു വീതം ഇവർക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള മനസ്സ് തീരുമാനിച്ചാൽ ഇത് ഏറ്റവും സുന്ദരമായിട്ടുള്ള, കേരളത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് സഹായിക്കാൻ, പ്രവർത്തിക്കാൻ ഈ മാലാഖ അമ്മമാരിവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്നത്തെ ദിവസം ഇത്ര സുന്ദരമായി മനോഹരമായി ഈ കാര്യങ്ങൾ സംഘടിപ്പിച്ച എല്ലാവർക്കും വലിയൊരു കൈയ്യടി കൊടുത്തൂടെ? കൈയ്യടി കൊടുക്കാം. അതോടൊപ്പം 2 കുട്ടികളെയാണ് ഏറ്റവും നല്ല കുട്ടികൾക്കുള്ള അവാർഡ് ദാനമാണ് നമ്മളിവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഒന്ന് ലിജോ മോൻ, ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല സ്റ്റുഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലിജോ മോനാണ്. അതുപോലെ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് അഞ്ജലി ടിയാണ്. 2 പേർക്കും ഇനി വരുമ്പോൾ നോക്കി കൈ സ്ട്രോങ് ആയിട്ട് അടിക്കണം കേട്ടോ. അടിക്കാൻ മറക്കരുത്, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. 2 കുട്ടികൾക്കും ഒത്തിരി നന്ദിയോടെ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കണം. ഇനിയും നല്ല നേട്ടങ്ങൾ വരിക്കാൻ, ഏറ്റവും നല്ല മക്കളായി ഇവരോട് ചേർന്ന് നിൽക്കുന്ന മക്കളായി ജീവിക്കാൻ അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന ആശംസകളോടെ അവരുടെ പേരൻസിനും വലിയ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. മാളിയേക്കൽ ശ്രീ 2 പേരെയും നിറഞ്ഞ കയ്യടികളോടുകൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അഞ്ജലി ടി എ, അവാർഡുകൾ നൽകി സംസാരിച്ച റവറന്റ് ഫാദർ ജോയ് പീണിക്കപറമ്പിലച്ചന് ഹൃദയത്തിന്റെ ഭാഷ പ്രതീക്ഷാഭവന്റെ അഭിമാനമായ റവറന്റ് സിസ്റ്റർ ജോളി CSC, സ്നേഹത്തെയും സഹനത്തെയും അധ്യാപനത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റിയ
പ്രത്യേക ശ്രദ്ധയും കരുതലും ആവശ്യമായ കുട്ടികളുടെ ലോകത്ത് പ്രതീക്ഷയുടെ വെളിച്ചമായി നിറഞ്ഞ പുഞ്ചിരിയോടെ സഹായങ്ങളുടെ നിറകൈകൾ തുറന്നു നീട്ടുന്ന ആദരണീയായ പ്രതീക്ഷാഭവന്റെ വെള്ളി നക്ഷത്രം വിദ്യാലയത്തിന്റെ ആരംഭകാലം മുതൽ നീണ്ട 39 വർഷം സമർപ്പിത അധ്യാപന ജീവിതത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അനേകം കുരുന്നുകളുടെ ജീവിതങ്ങൾക്ക് വഴിത്തിരിവേകുകയും നീണ്ട 7 വർഷങ്ങൾ വിദ്യാലയത്തിന്റെ കപ്പിത്താനാവുകയും പ്രതീക്ഷാഭവന്റെ ചരിത്രത്തിൽ തന്നെ ഉജ്ജ്വല കാലമാക്കി മാറ്റുകയും ചെയ്ത വിദ്യാലയത്തിന്റെ അതുല്യ പ്രതിഭ. സേവനത്തെ ബഹുമാനമാക്കി അധ്യാപനത്തെ ദൗത്യമാക്കി സ്വീകരിച്ച അതുല്യ പ്രതിഭയെ നമുക്ക് ആദരിക്കാം. ശ്രീ MC പോൾ മാമ്പിളി ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതീക്ഷാഭവൻ ബെസ്റ്റ് ടീച്ചറിന് അർഹയായ റവറൻഡ് സിസ്റ്റർ ജോളി CSC അവാർഡുകൾ നൽകുന്നതിനായി ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MP ജാക്സൺ ആയിരുന്നു നിയുക്തനായിരുന്നെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് സ്ഥലത്തെത്താൻ സാധിച്ചില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ ഇല്ലായ്മയിൽ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായ ശ്രീ ജിജി മാമ്പിള്ളിയെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് നൽകി സിസ്റ്റർ ജോളിയെ ആദരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നിറഞ്ഞ എന്റെയും നിങ്ങളുടെയും പ്രിയങ്കരനായ, വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്ന ജോയ് PNK പറമ്പിലച്ച, എത്രയും സ്നേഹം നിറഞ്ഞ മദർ സുപ്പീരിയർ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റീജിയണൽ മാനേജർ റാണി മാഡം, അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ റോണി പോൾ, വേദിയിലെ മറ്റു വിശിഷ്ടാതിഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അവരുടെയൊക്കെ പൊന്നു മക്കളെ, പ്രതീക്ഷാ ഭവന്റെ ഉന്നതരായ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നവന് കർത്താവിൻ്റെ കാരുണ്യം കിട്ടുന്നു. കരയാൻ പോലും കഴിയാത്തവരുണ്ട്. കനത്ത ദുഃഖത്തിൻ്റെ മുമ്പിലും ചിരിച്ച് നിൽക്കുന്നവർ. ഇവർക്ക് നാം നൽകുന്ന സ്നേഹത്തിൻ്റെ ഓരോ കണികയും കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മൾ അർപ്പിക്കുന്ന വിലപ്പെട്ട കാണിക്കകളാണ്. മന്ദബുദ്ധികൾ അനാഥരാണെന്ന് കൂടി വരുമ്പോൾ അവർക്ക് നമ്മുടെ സേവനം കൂടുതൽ ആവശ്യമായി വരുന്നു. സ്നേഹമാണ് ആവശ്യം, സഹതാപമല്ല. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുക. ശരീരത്തിന് രോഗം വരുന്നത് പോലെ തന്നെയാണ് മനസ്സിനും ബുദ്ധിക്കും രോഗം വരുന്നതെന്ന് മനസ്സിലാക്കി അവർക്ക് ചികിത്സയും ശുശ്രൂഷയും നൽകി അവരെ ആശ്വസിപ്പിക്കുക. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നടപ്പിലാക്കുക, അതായത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക, അത് അത്ര തന്നെ എളുപ്പമല്ല. ഇത്തരം അഗതികൾക്ക് ആശ്രയവും സ്വാന്തനവുമായി നമ്മുടെ തിരുസഭയിലെ സന്യാസ സഭകളും സന്യാസിനി സമൂഹവും മുന്നിട്ടിറങ്ങുന്നു എന്നത് ക്രിസ്തീയ സമുദായത്തിൻ്റെ അഭിമാനം തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർക്ക്, ജോളി സിസ്റ്റർക്ക് ഒരു അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ പിതാവ് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെയേറെ സന്തോഷമുണ്ട്. സിസ്റ്ററെ ഞാൻ 39 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അത് ഞാൻ ഇന്ന് ഇവിടെ നിർവഹിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും അംഗങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പ്രതീക്ഷാ ഭവന്റെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായും നമ്മുടെ പ്രതീക്ഷാ ഭവന്റെ വളർച്ചയ്ക്ക് വളരെയേറെ സഹായകരമായിരിക്കും എന്നെനിക്കറിയാം. ഇനിയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പ്രതീക്ഷാ ഭവനെ ഏറ്റവും നല്ലൊരു ഓർഗനൈസേഷനാക്കി മാറ്റുവാനുള്ള, പ്രത്യേകിച്ചും മദർ സുപ്പീരിയറിന്റെയും മറ്റ് സിസ്റ്റർമാരുടെയും ഇതിന്റെ ഭരണസമിതിയുടെയും പരിശ്രമങ്ങൾക്ക് എന്റെയും നിങ്ങളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മദർ സുപ്പീരിയറിന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് സ്നേഹപൂർവ്വം വിനയപൂർവ്വം സന്തോഷപൂർവ്വം വിരമിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. താങ്ക് യു സോ മച്ച്. ശ്രീ MC പോൾ മാമ്പിളി ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതീക്ഷാ ഭവന്റെ ബെസ്റ്റ് ടീച്ചറിന് അർഹയായ റവറൻഡ് സിസ്റ്റർ ജോളി CSCയെ നമുക്ക് ആദരിക്കാം.
12 വർഷത്തെ സേവനത്തിലൂടെ പ്രതീക്ഷാഭവന്റെ മണ്ണിലെ കുരുന്നുകൾക്ക് അമ്മയായി മാറിയ, സേവനത്തെ അധ്യാപനത്തിലും സ്നേഹിച്ച നമ്മളുടെ സ്വന്തം സിസ്റ്റർ റവറൻഡ് സിസ്റ്റർ ജോളി CSCയെ പൊന്നാടി അണിയിച്ച് നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടികളോടുകൂടി നമുക്ക് ആദരിക്കാം. താങ്ക് യു ശ്രീ ജിജി മാമ്പിള്ളി. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരിൽ കൊത്തുലഞ്ഞു. കാണാതെ വയ്യുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും തോരാതായി. തൊട്ടപ്പോഴായി തേഞ്ഞു പോലെ നീ വിരിഞ്ഞു. ഉള്ളി ഒളിച്ചൊരു മോഹമെല്ലാം വെള്ളത്തരങ്ങളിൽ തുള്ളികളാൽ കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൻ മിന്നലായി. മിന്നൽ വട കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരില്ലാണു നീ. മിന്നൽ വട കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരില്ലാണു നീ. ഈരങ്ങുടി ഗോതിയൊരുങ്ങി വെണ്ണീറ ചന്ദനം തൊട്ട് അത്തിമര ചൊട്ടി വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് ഉളവം കൊണ്ട് നല്ലിടം കാറ്റ് കണ്ണാടി പുഴയിലെ രാവല്ലോ തീരത്തെ ഓളങ്ങൾ. സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പ്രതീക്ഷ ട്രെയിനിങ് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ സുദിനമാണ്. നമ്മുടെ കുട്ടികളുടെ കലാവിരുതുകൾ പ്രകടമാക്കാനുള്ള ഒരു വേള. എന്നാൽ ഇതൊരു ചടങ്ങ് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ അതിജീവനത്തിൻ്റെയും
ഇച്ഛാശക്തിയുടെയും ഒക്കെ ഒരു ആഘോഷവേളയാണിത്. ഈ കുട്ടികളെ കാണുമ്പോൾ നമുക്കൊക്കെ അവരുടെ ചില പരിമിതികളെ കുറിച്ചാണ് ചിന്ത വരിക. എന്നാൽ ഈ പരിമിതികൾക്കപ്പുറം വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഉൾക്കൊള്ളുന്നവരാണ് നമ്മുടെ കുട്ടികൾ. ഈ കഴിവുകൾ കണ്ടെത്താനും അവയ്ക്ക് പരിശീലനം നൽകാനും അവരെ വളർത്താനും പ്രോത്സാഹനം നൽകാനും അതിതീക്ഷ്ണതയോടെ ത്യാഗബുദ്ധിയോടെ പരിശ്രമിക്കുന്ന എല്ലാ അധ്യാപകരെയും എത്ര അഭിനന്ദിച്ചാലും മതിവരികയില്ല. ഒരു നിഴലെന്ന പോലെ അവരോടൊപ്പമായിരുന്ന് അവരുടെ കൂടെ നടന്ന് അവരെ വിജയങ്ങളുടെ സോപാനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഈ അധ്യാപകരുടെ ത്യാഗപൂർവമായ ക്ഷമയും സ്നേഹവും പരിശീലനവും ഒക്കെ കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അധ്യാപകരോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളും ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അവരോടൊപ്പമുണ്ട്. ഇവരെ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന് മെഡിക്കൽ എൻഡോവ്മെന്റ് നൽകുമ്പോൾ അതൊരു തുക മാത്രമല്ല, സമൂഹത്തിന് ഈ കുട്ടികളോടുള്ള സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുകയാണ് ഈ എൻഡോവ്മെന്റിലൂടെ. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പമായിരിക്കുവാൻ കാണിക്കുന്ന ആ വലിയ മനസ്സാണ് ഈ എൻഡോവ്മെന്റ് നൽകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള ചികിത്സയും പ്രോത്സാഹനവും ഒക്കെ നൽകിയാൽ നമ്മുടെ മക്കൾ ആകാശത്തോളം ഉയരത്തിലേക്ക് അവരെത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാൽ ഇപ്രകാരം ഒരു എൻഡോവ്മെന്റ് നൽകാൻ സുമനസ് കാണിച്ച ആ വലിയ വ്യക്തിത്വങ്ങളെ നന്ദിയോടെ ഓർക്കുകയും ഈ വാർഷികാഘോഷങ്ങൾക്ക് കൃത്യമായ ആശംസകൾ നേരുകയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വാചകം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. എല്ലാവരുടെ ജീവിതത്തിലും നാളെക്കുറിച്ചുള്ള പ്രതീക്ഷ, എല്ലാത്തിനും നമുക്ക് പ്രതീക്ഷയാണ്. അപ്പം അത്തരത്തിലുള്ള ആ മനോഹരമായ പേരുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ഇരിങ്ങാലക്കുടയിലുള്ളത്. വളരെ മികവുറ്റ രീതിയിലാണ് ഈ വിദ്യാലയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്കറിയാം ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളും രീതികളും എല്ലാം എനിക്കറിയാം. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വാർഷിക ആഘോഷങ്ങളൊക്കെ ക്ഷണം ലഭിക്കുമ്പോൾ അത് സമയക്കുറവുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇവിടെ സിസ്റ്റർ വന്ന് ക്ഷണിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങിൽ വരാൻ സാധിച്ചത്. ഈ വർഷം ആരംഭിച്ച പ്രവേശനോത്സവത്തിന് ഇതേപോലെ തന്നെ പങ്കെടുക്കാൻ സാധിച്ചു. ഈ കുഞ്ഞു മക്കളോടൊപ്പം വരാനായി കുറച്ച് നേരം അവരുടെ കൂടെ ചെലവഴിക്കാനൊക്കെ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടുത്തെ സിസ്റ്റേഴ്സും മറ്റു അധ്യാപകരൊക്കെ വളരെ മികവുറ്റ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഈ വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും യാതൊരുവിധ പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ ഉച്ചഭക്ഷണം ഒന്നും ഇത്തരത്തിലുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് സർക്കാരിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്.
വലുതല്ലെങ്കിലും ചെറിയ ഗ്രാൻറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അതൊന്നും പോരാ എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. തീർച്ചയായിട്ടും ഈ പറയുന്ന സർക്കാരിൻ്റെ പരിഗണനയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരേണ്ടതാണ്. അതിന് ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ ഈ ഏപ്രിൽ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു കാരണവും ഉണ്ടാവണം. അപ്പോൾ ഒരു കാരണം ഇപ്പം നമുക്ക് ഏപ്രിൽ മാസത്തിലുണ്ട്. അത് നടപ്പിലാക്കി തരാൻ ബന്ധപ്പെട്ട ഏത് കക്ഷികളായാലും അവർ താല്പര്യം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് അർഹമായ ഗ്രാൻറ്റും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു നിവേദനം കൊടുക്കണം. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും തീർച്ചയായും ഞങ്ങൾ ചെയ്തു തരും. അതിലൊരു നിർബന്ധവും ഞങ്ങളുടെ അടുത്ത് ആരും പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ തീർച്ചയായിട്ടും ചെയ്തു തരും. ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് മികച്ച രീതിയിൽ ഈ വിദ്യാലയം മുന്നോട്ട് പോകട്ടെ. ഇവിടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും വളരെ മികവുറ്റ രീതിയിൽ എത്തട്ടെ. എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. ഇവരുടെ അച്ഛനമ്മമാരെ എന്താ പറയുക, വളരെയധികം അവരോടുള്ള ഒരിഷ്ടം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് ഈ വിദ്യാലയത്തിൽ പഠിച്ചിരുന്നു. പിയ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ കുട്ടിയുടെ പിതാവ് എന്നോട് സംസാരിക്കുമ്പോൾ പറയും, ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു അച്ഛനാണ് ഞാൻ എന്നാണ് അദ്ദേഹം എന്നോട് പറയാറുള്ളത്. അദ്ദേഹത്തിന് 3 മക്കളാണ്. കാരണം അത്തരത്തിലുള്ളൊരു കുഞ്ഞിനെ കിട്ടിയത് ആള് മഹാഭാഗ്യം, അത് ദൈവത്തിൻ്റെ സമ്മാനം ആണെന്നാണ് ആൾ അഭിമാനത്തിലൂടെ പറയാറുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ആ കുട്ടീനെ ഞാൻ വളരെ ചെറുപ്പത്തിൽ കാണുമ്പോഴും ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ പെരുന്നാളിനെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് ഓടി വന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ദൈവത്തിൻ്റെ ചില കഴിവുകൾ, ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത കുറേ കഴിവുകളുണ്ട്. അത് മനസ്സിലാക്കാൻ ചില ആൾക്കാർ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുഞ്ഞു മക്കൾക്ക് ഏറ്റവും നല്ലത് വരട്ടെ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്നായി ചിരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ തൃശ്ശൂർ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയാണ് നമ്മുടെ പ്രതീക്ഷാ ഭവന്റെ മക്കളെ നമുക്ക് അഭിനന്ദിക്കാം. സമ്മാനങ്ങൾ നൽകുന്നതിനായി മിസ്റ്റർ പ്രേംജി PG ഒത്തിരി സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഫോക്ക് ഡാൻസ് സീനിയർ വിഭാഗം ഫസ്റ്റ് മേജർ PM. പേര് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. പെൻസിൽ ഡ്രോയിങ് സീനിയർ വിഭാഗം സെക്കൻഡ് ജോൺ ഡേവീസ്. പെയിന്റിംഗ് സബ് ജൂനിയർ വിഭാഗം സെക്കൻഡ് മുഹമ്മദ് ബാസിർ. ഫോക്ക് ഡാൻസ് സബ് ജൂനിയർ വിഭാഗം സെക്കൻഡ് പ്രൈസ് ആൻഡ്രിയ ക്രിസ് അനോൾസ്. ഗ്രൂപ്പ് ഡാൻസ് സീനിയർ വിഭാഗം സെക്കൻഡ് പ്രൈസ് ടീം പ്രതീക്ഷ മേജർ PM ആഗ്രഹ് ദാസ്, ആൽബിൻ PB, ഡാനിയൽ പൗലോസ്, ജോർജ് PT, അനുരൂപ് PB, ആഷിക് രാജ്. സബ് ജൂനിയർ വിഭാഗം ഗ്രൂപ്പ് സോങ് സെക്കൻഡ് പ്രൈസ് ടീം പ്രതീക്ഷ
Andrea Chris Arnold, Angelina Rose, Jasmine MJ, Mohammed Basit, Charlotte Siri. നല്ലൊരു കയ്യടികളോട് കൂടെ ഈ ഒരു കുഞ്ഞു മക്കളെ നമുക്ക് അഭിനന്ദിക്കാം. Group song second prize Andrea Crisanol, Angelina Rose, Jasmine MJ, Mohammed Basit, Charlotte Siri. ഇനിയും കൂടുതൽ സമ്മാനങ്ങൾ പ്രതീക്ഷയുടെ മക്കൾ വാരിക്കൂട്ടട്ടെ. സമ്മാനം നൽകി അവർ ആദരിച്ച മിസ്റ്റർ പ്രേംജി തീജിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഈ വാർഷികാഘോഷ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഇരിഞ്ഞാലക്കുട നഗരത്തിന്റെ വികസനത്തിന് നേതൃത്വം നൽകുന്ന ആദരണീയ മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി റോണി പോൾ മാവേലിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ മറ്റ് കൗൺസിലർമാർ എപ്പോഴും ഒരു അല്പം അസൂയയുടെയാണ് എന്നോട് പറയാറ്, റോണിയുടെ വാർഡ് ഒരു 5 സ്റ്റാർ വാർഡാണല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് സത്യമാണ്, 100% സത്യമാണ്. കാരണം ക്രൈസ്റ്റ് കോളേജ്, ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെയുള്ള പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതാണ് എൻ്റെ വാർഡ്. ഇവിടെ ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ അതിനേലും ഒരു പടി കൂടുതലാണ് ഈ പ്രതീക്ഷ ട്രെയിനിങ് സെന്റർ. ആ കുഞ്ഞുമക്കളെ അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് ലോകത്ത് ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത്രത്തോളം ഇവിടുത്തെ അമ്മമാർ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വാർഡ് ഒരു 5 സ്റ്റാർ വാർഡ് തന്നെയാണ്. 5 സ്റ്റാറിനെ പോലെ മധുരമുള്ളതാണ് ഇവിടുത്തെ ഓരോ മക്കളുടെ പുഞ്ചിരിയും, ഇവിടുത്തെ അമ്മമാരുടെ സേവനവും, അമ്മമാരുടെയും ടീച്ചേഴ്സിൻ്റെയും. നിങ്ങളെല്ലാവരെയും കൂടുതൽ ഒരുപാട് എനിക്കിവിടെ വരുവാനും ഇവരായിട്ട് സംസാരിക്കാൻ, ഇടപഴകാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ കാണുന്നതാണ്, ഒരമ്മയെ പോലെയാണ് ഇവിടെയുള്ള ഓരോ സിസ്റ്റേഴ്സും ആ മക്കളെ കാണുന്നത്. ബെസ്റ്റ് ടീച്ചർ അവാർഡിന് സിസ്റ്ററിനെ വിളിച്ചപ്പോൾ മുന്നിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കയ്യടി ഉണ്ടായിരുന്നത് സ്റ്റേജിന്റെ പിന്നിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ആ മക്കൾ അവരുടെ ടീച്ചേഴ്സിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളുടെ ഈ മക്കളുടെ മാതാപിതാക്കളെയാണ് എനിക്ക് അനുമോദിക്കാനുള്ളത്. എൻ്റെ മകനോ അല്ലെങ്കിൽ മകൾക്കോ ഒരു പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടികളെ വീടിനകത്ത് ഇരുത്താതെ അവനെ സ്വയം പര്യാപ്തനാക്കാൻ വേണ്ടി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നില്ലേ, ആ ഒരു തീരുമാനത്തിനെ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മളില്ലെങ്കിലും അവർ സ്വയം പര്യാപ്തരായി അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളെടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ്. അതിന് നിങ്ങൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ അതിന് മാതാപിതാക്കളെ അഭിനന്ദിക്കുകയാണ്. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാമല്ലോ, അവരുടെ സേവനങ്ങൾ നമ്മൾ കണ്ടു. എലോറ എന്ന വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചമെന്നാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഇനിയും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെളിച്ചമായി അവരുടെ ജീവിതത്തിൽ അവരെ തുടർച്ചയായി അവരെ സ്വയം പര്യാപ്തരാക്കി ഓരോ വർഷവും, റാണി മാം പറഞ്ഞ പോലെ ഓരോ വർഷവും ഇതിൻ്റെ പുരോഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു സ്ഥാപനം നടത്തുക എന്നതിലല്ല, ആ സ്ഥാപനത്തെ എത്രത്തോളം അതിൻ്റെ ഉന്നതിയിൽ എത്തിക്കാമോ, അവിടെ മക്കളെ എത്രത്തോളം ഉയർത്താമോ അതിന് കഴിവിൻ്റെ പരമാവധി ഇവിടെയുള്ളവർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഇനിയും സാധിക്കട്ടെ, അതിന് ഇനിയും പ്രതീക്ഷ ട്രെയിനിങ് സെൻറ്റർ അതിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇവിടെയുള്ള ഓരോ കുഞ്ഞുമക്കൾക്കും ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നിറഞ്ഞ ഹൃദയത്തോടെ വാർഷിക ആശംസകളിലേക്ക് സംസാരിച്ച മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി റോണി പോളി മാവേലിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയുള്ള പഠനം കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള
ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയുള്ള അധ്യാപന രീതി വികസിപ്പിച്ചെടുത്ത് ഇന്നിവിടെ വരേണ്ടിയിരുന്നത് എക്സെപ്ഷൻ ലേണിംഗിൻ്റെ CEO ആയിരിക്കുന്ന ഡോക്ടർ ജിനോ ആരുഷി ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്പെഷ്യൽ അധ്യാപകനാണ്. നമ്മുടെ ഇവിടെ കുഞ്ഞുങ്ങളെ ഡിജിറ്റൽ മാർഗത്തിലൂടെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പിന്നെ എടുത്തു പറയേണ്ടത്. പുതിയൊരു സംവിധാനത്തെ ഒത്തിരി നാളത്തെ പരിശീലനങ്ങളോടെ അവർ പഠിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ഏകദേശം 16ഓളം കുട്ടികൾക്ക് ഈ എഡ്യൂക്കേഷൻ നടപ്പിലാക്കി പോരുന്നത്. നമുക്കറിയാം അടുത്ത അക്കാദമിക് ഇയറോടുകൂടി ഇത് ഉപയോഗിച്ച് പഠിക്കുന്ന കുട്ടികളിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടും. നിർഭാഗ്യവശാൽ ഏകദേശം 200ഓളം മുകളിൽ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ 16 കുട്ടികൾക്ക് മാത്രമാണ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പഠിക്കാനുള്ള സാഹചര്യം നിലവിലുള്ളത്. ഏകദേശം 35,000 രൂപ വില വരുന്ന ഒരു ഡിവൈസാണ് നമ്മൾ സംഭാവനകൾ വഴി ഡോക്ടർ ജിനോ ഏകദേശം 5 ഡിവൈസുകളോളം നമ്മുടെ സ്കൂളിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക വേറെ സ്പോൺസർഷിപ്പ് പലരും നൽകിയിട്ടുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഇത്തരത്തിലുള്ള പുതിയ പഠന രീതി കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സഹായിക്കും. അതിനുവേണ്ടി ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് സിസ്റ്ററുമായിട്ട് ബന്ധപ്പെടാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടപ്പിലാക്കണം. ഡാൻസും പാട്ടും കായിക ഇനങ്ങളും അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ അക്കാദമിക് കാര്യങ്ങൾ. അതും ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലൂടെ പഠിപ്പിച്ചെടുത്ത് അവരെ സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഈ സ്കൂളിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എക്സെപ്ഷൻ ലേണിംഗിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക വഴിയാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും അതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇന്ന് ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഈ പ്രതീക്ഷ ഭവൻ സ്കൂളിനും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എക്സെപ്ഷൻ ലേണിംഗിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വെർജിനാവിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന എക്സെപ്ഷണൽ ലേണിംഗ് ഓഫീസർ ജിൻസൺ സാറിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം ഒരിക്കൽ കൂടി എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താണ്. നമ്മളുടെ സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. പ്രതീക്ഷാ ഭവൻ്റെ 39ാം വാർഷികവും രക്ഷാകർതൃ ദിനവും ഏറ്റവും നല്ല രീതിയിൽ ആഘോഷമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളായ നമ്മുടെ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി പിതാവ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എത്താമെന്ന് പറഞ്ഞെങ്കിലും എത്താൻ സാധിച്ചില്ല എന്നറിയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ ജാക്സൺ ചേട്ടൻ എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിനും സുഖമില്ലാത്തൊരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗം ജിജി ചേട്ടൻ വന്ന് ആ ഒരു സ്ഥാനം അദ്ദേഹം നിർവഹിച്ചു വളരെ നല്ല രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിലെ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ ലാസർ കുറ്റിക്കാടൻ അച്ഛൻ വന്ന് എല്ലാവർക്കും നല്ല ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമ്മാനദാനങ്ങൾ വിതരണം ചെയ്തു. ക്രൈസ്റ്റ് കോളേജിലെ നമ്മളെ പ്രിയോച്ചൻ ഇവിടെ സന്നിധനായിട്ടിരിക്കുന്നു. അച്ഛൻ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഒപ്പത്തിനുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അച്ഛൻ ഇവിടുത്തെ കുഞ്ഞുമക്കളുടെ പ്രിയങ്കരനാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഡ്രസ് വർക്ക് ചെയ്തു തന്ന സൗത്ത് ബാങ്കിൻ്റെ മാനേജർ മിസ് റാണി സക്കറിയ മേഡം ഇവിടെ വന്നു വളരെ സന്തോഷം. അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രതീക്ഷാ ഭവൻ ചാരിറ്റബിൾ പ്രസിഡന്റ് റവറൻ സിസ്റ്റർ ലൂസീന നമ്മളോടൊപ്പം ഉണ്ട്. സ്വാഗതം ആശംസിച്ച സിസ്റ്റർക്ക് അവരുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രതീക്ഷാ ഭവൻ്റെ ചാരിറ്റബിൾ സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്.
സിസ്റ്റർ പി ഒ, അതുപോലെ തന്നെ പ്രതീക്ഷാഭവൻ്റെ മദർ റവറൻ സിസ്റ്റർ സീമ പോൾ, സീനിയർ സൂപ്രണ്ട് നമ്മുടെ ഇരിങ്ങാലക്കുട AEO പ്രേംജി സാറ്, നല്ലവരായ പ്രതീക്ഷാഭവൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ കുറവുകളുള്ള മക്കളെ നിറവുകളാക്കുന്ന നമ്മളുടെ സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നല്ലവരായ ടീച്ചേഴ്സ്, മറ്റു പാരൻസ് അംഗങ്ങൾ, PTA അംഗങ്ങൾ, നമ്മുടെ ഇവിടുത്തെ നല്ല നാട്ടുകാർ, ഉപകാരികൾ, മറ്റു ക്ലബ്ബ് അംഗങ്ങൾ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ മനോഹരമായ സുദിനം വളരെ മനോഹരമാക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും 1000 ആശംസകൾ ഈ അവസരത്തിൽ നേരുന്നു. ഇനിയും പ്രതീക്ഷാഭവൻ ഈ പുണ്യഭൂമിയിൽ ഒരുപാട് കാലം ഈ കുഞ്ഞു മക്കളോടൊപ്പം വളരെ നല്ല രീതിയിൽ അവരെ സ്നേഹിച്ച് പരിപാലിച്ച് വളരെ ഉന്നതിയിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഏവർക്കും നന്ദി. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച PTA പ്രസിഡന്റ് ശ്രീ PC ജോൾ സാറിന് ഒത്തിരി സ്നേഹത്തിൽ നന്ദി പറയുന്നു. പ്രതീക്ഷാഭവന്റെ വാർഷിക ആഘോഷമേളങ്ങളുടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുകയാണ്. ഔദ്യോഗികമായി നന്ദി ആശംസിച്ച് സംസാരിക്കുന്നതിനായി പ്രതീക്ഷയുടെ ശബ്ദമായ പ്രതീക്ഷാഭവൻ മദർ സുപ്പീരിയർ റവറൻ മദർ സീമ പോൾ CSE സാദരം ക്ഷണിക്കുന്നു. തീരെ ശ്രദ്ധയില്ല. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും ഏറ്റവും മനോഹരമായ രീതിയിൽ നടത്തപ്പെടുന്നതിന് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിറഞ്ഞ സദസ്സാണ് അതിന് സാക്ഷി വഹിക്കുക. ഇന്ന ദിനം അധ്യക്ഷപദം അലങ്കരിക്കുകയും അതുപോലെ ഇന്നത്തെ ഈ 39ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്ത അഭിമന്യ പിതാവിനെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഏവരുടെയും പേരിൽ ഹൃദ്യമായ നന്ദി അറിയിച്ചു. ഓരോ ദിനവും ഈ കലാലയം അതിൻ്റെ ഉന്നതിയിലേക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നൂതനങ്ങളായ സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കുന്നതിന് സ്കൂൾ അധികൃതരും ഈ വിദ്യാലയത്തിൻ്റെ ഹൃദയത്തിലെത്തിയ സുമനസ്സുകളായ കൈയഴിഞ്ഞ സഹായങ്ങളും PTA തുടങ്ങിയ എല്ലാ നല്ലവരായ നാട്ടുകാരും ഇതിൻ്റെ വളർച്ചയിൽ പങ്കാളികളാണ്. നമുക്കറിയാം, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അവരിൽ നിന്ന് റീജിയണൽ ഓഫീസറുടെ ഹൃദയവിശാലതയാണ് ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ സ്റ്റേജും അതുപോലെ അതിനുള്ള അനുബന്ധ സൗകര്യങ്ങളും. അതെല്ലാം അകമഴിഞ്ഞ് നൽകിയ അവരെയും ഈ തരുണത്തിൽ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് അവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട വികാരി റവറൻ ഡോക്ടർ പ്രൊഫസർ ലാസർ കുറ്റിക്കാടനച്ചൻ ഏവർക്കും പ്രിയങ്കരനാണ്. നമുക്കറിയാം, നമ്മുടെ രൂപതയുടെ കാരുണ്യത്തിൻ്റെ മുഖമാണ്. എപ്പോഴും നമ്മളെ സന്ദർശിക്കാനും നമുക്ക് വേണ്ടി നമ്മോട് കൂടെ ആയിരിക്കാനും അദ്ദേഹം കാണിച്ച നല്ല മനസ്സിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ഈ അധ്യയന വർഷത്തിൽ നമുക്ക് നമ്മുടെ ഈ വിദ്യാലയത്തിന് പള്ളിയുടെ സഹകരണത്തോടുകൂടെ നമുക്ക് വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനും അദ്ദേഹം വലിയ നേതൃത്വം ഏറ്റെടുക്കണ്ടായി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാപ്ലിനും ക്രൈസ്റ്റ് മൊണാസ്ട്രിയുടെ പ്രിയരുമായ ബഹുമാനപ്പെട്ട ജോയ് പീലിക്കപ്പറമ്പിൽ അച്ഛൻ ഏവർക്കും പ്രിയങ്കരനാണ്. ഒരു ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും കടുത്ത പ്രകൃതി സ്നേഹത്തിൻ്റെയും ഒരു ആൾരൂപമാണ് അദ്ദേഹം.
ഇന്ന് അദ്ദേഹമാണെന്ന് നമ്മോട് കൂടെയുള്ളൂ. നിറഞ്ഞ മനസ്സോടുകൂടെ വലിയ സ്നേഹത്തോടെ ഞങ്ങളെ ഓരോരുത്തരെയും സഹോദരത്തിലും സ്നേഹിക്കുന്ന അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കേവർക്കും സ്വാഗതം ആശംസിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മദർ ലുസീന, പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ്, ഞങ്ങളുടെ മദർ ജനറലും പ്രൊവിൻഷ്യലുമായിരുന്നു ബഹുമാനപ്പെട്ട അമ്മ. അമ്മയുടെ നേതൃത്വ പാഠവും അതിമനോഹരമാണ്. അമ്മയുടെ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടെ കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള വലിയ മനസ്സിനെയും പ്രവർത്തിക്കാനുള്ള പ്രവൃത്തിയും പാഠവത്തെയും എല്ലാം വളരെയേറെ അഭിനന്ദിച്ചുകൊണ്ട് അമ്മയെയും ഈ വേദിയിൽ ആയിരിക്കുന്ന അമ്മയെ ഏറെ സ്നേഹത്തോടെ അമ്മയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. മെഡിക്കൽ എൻഡോവ്മെന്റ് നൽകിയ ഞങ്ങളുടെ വിക്കർ പ്രൊവിൻഷ്യൽ പ്രതീക്ഷ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് സിസ്റ്റർ പിയോ. ഏവർക്കും പ്രിയങ്കരിയാണ്. ശാന്തശീലയും സംരംഭയുമായ സിസ്റ്ററിനെയും ഏറെ സ്നേഹത്തോടെ സിസ്റ്ററിന്റെ സാന്നിധ്യത്തിന് ഈ സമയം നന്ദി പറയുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഞങ്ങളുടെ വാർഡ് കൗൺസിലറുമായ ശ്രീമതി റോണി പോൾ ആദ്യമായാണ് ഇന്ന് ഈ ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ ഞങ്ങളോടൊപ്പമായിരിക്കുക. ആദ്യമായി എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. ഒപ്പം വർജ് ടാബ് കൈമാറി അത് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ശ്രീമതി റോണി പോൾ മാവേലിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീ PC ജോർജ്, നമുക്കറിയാം ഈ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അത്യന്തം പ്രവർത്തനങ്ങളിൽ രാപകൽ ഭേദമന്യേ നമ്മുടെ ഒപ്പമായിരിക്കാനും സാന്നിധ്യം അറിയിക്കുക മാത്രമല്ല കായികാധ്വാനത്തിലൂടെയും മറ്റ് സാമ്പത്തികമായും ഞങ്ങളെ ഓരോ സമയം സഹായിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ നിമിഷങ്ങളെയും ഓർത്തുകൊണ്ട് ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇരിഞ്ഞാലക്കുട സൂപ്രണ്ടന്റ് ആയിരുന്ന ശ്രീ പ്രേംജി സാർ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. തിരക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹം നേരത്തെ പോയത്. അദ്ദേഹത്തെയും ഈ വേദിയിൽ സ്നേഹത്തോടെ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇവിടേക്ക് വരുന്ന 200ഓളം കുട്ടികളും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ളവരാണ്. അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ വളർത്തുന്നതിന് ഇവിടെയുള്ള അധ്യാപകരും അനധ്യാപകരും ഏറ്റെടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ ഏറെയാണ്. അവരെയും ഇത്തരുണത്തിൽ ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകൾ ആസ്വദിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വൈദികർ, ജനറൽ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ്, വിവിധ ഗവൺമെൻറ്റുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള സുപ്പീരിയേഴ്സ്, സഹോദരിമാർ, മാതാപിതാക്കൾ, നാട്ടുകാർ, സാമ്പത്തികമായും മറ്റും സഹായിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, ഈ വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളെല്ലാവരെയും സ്നേഹപൂർവ്വമായി നന്ദി രേഖപ്പെടുത്തുന്നു. വെർജിൽ ടാബിനെ കുറിച്ച് അവയർനെസ് നൽകിയ ശ്രീ ജിൻസൺ സാറിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്വാദിഷ്ടമായ ഭക്ഷണം, വിൽപ്പനയ്ക്കായി ഒരുക്കിയ വിവിധങ്ങളായ വസ്തുക്കൾ ഇവയെല്ലാം തയ്യാറാക്കിയവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഓർത്ത് അവർക്കും പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. കാണികളുടെ ഹൃദയങ്ങൾക്ക് കുളിർമയേകിയ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും അവരെ ഒരുക്കിയ ഡാൻസ് മാസ്റ്റർ ശ്രീ ചന്തുവിനും ഷെറിൻ, സീനിയോളജി സ്റ്റുഡിയോ ടീം രഞ്ജിത്ത് എന്നിവർക്കും അണിയറ പ്രവർത്തകർക്കും ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടുള്ള ക്ഷമാപണത്തോടു കൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമോഭാഗം. ഓക്കെ, താങ്ക് യു. ഏവർക്കും നന്ദി ആശംസിച്ച് സംസാരിച്ച പ്രതീക്ഷവാന്റെ എല്ലാമായ റെവറൻഡ് മദർ സീമ പോൾ CSക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി ഏകുന്നു.